Good evening, sir. Okay. വീഡിയോയ്ക്ക് ഓണാക്കി മകളെ സ്പീഡിലാവട്ടെ. വീഡിയോയ്ക്ക് ഓണാക്കി പെട്ടെന്ന് റെഡി ആയി. കുറച്ച് മുഖങ്ങളൊന്നും കാലത്ത് കണ്ടില്ലായിരുന്നു തോന്നുന്നുണ്ടോ? കണ്ടിന്യൂസ് ആയിട്ട് കയറണം കേട്ടോ, എന്നാലേ അതിന്റെ പ്രയോജനം കിട്ടുള്ളൂ. ശരി, നമ്മള് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ ചാപ്റ്റർ 8 ആണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. ചാപ്റ്റർ 8 തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചില ഷേപ്സ്, കർവ്സ്, പരാബോള, എലിപ്സ്, പരാബോള, എലിപ്സ്, സർക്കിൾസ്, അതിന്റെ ഇക്വേഷൻസ്, ഷേപ്സ്, കാര്യങ്ങൾ അത്രയാണ് നമ്മൾ പറഞ്ഞത്. പരാബോളയുടെ 4 ഇക്വേഷൻ, അതിന്റെ ഷേപ്പ്, എലിപ്സിന്റെ 2 ഇക്വേഷൻ ഷേപ്പും, സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ദെൻ ഇനി സ്ട്രെയിറ്റ് ലൈനെ പറ്റി ചോദിക്കട്ടെ. സ്ട്രെയിറ്റ് ലൈൻ അതോടെ പറഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻസ് x equal to k, x equal to a constant. എങ്ങനെയായിരിക്കും ഈ സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്? x equal to constant, x equal to k, എങ്ങനെയായിരിക്കും അതിന്റെ ഷേപ്പ് വരുന്നത്? നസ്റിനെ, x equal to a constant, k constant ആണ് കേട്ടോ. x equal to k. നസ്റിൻ പറഞ്ഞോ, എങ്ങനെയായിരിക്കും അതിന്റെ ഷേപ്പ്? ഒരു പോയിന്റ് കൂടെ പാരലൽ ആയിട്ടല്ലേ? എന്തിന് പാരലൽ ആയിരിക്കും? x equal to k. x equal to k ഏതിന്? എക്സിനോ? എക്സിന് പാരലൽ എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ അല്ല. x equal to a constant എന്തായിരിക്കും മാളവിക? x equal to k. സാർ എക്സിന് പാരലൽ ആയിട്ട് k പോയിന്റിൽ കൂടെ പോണ ലൈനാണ്. എക്സിന് പാരലൽ ആയിട്ട് അല്ല, k എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പോണ ലൈനാണ്. k എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പറയില്ലേ? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. x equal to 2, x equal to k ഞാൻ കളഞ്ഞു. k പോട്ടെ, k പ്രശ്നമാണെങ്കിൽ k പോട്ടെ. x equal to 2 എന്നാക്കി. x equal to 2 യുടെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കും അതെനിക്കറിയുന്നത്. x equal to 2 വരയ്ക്കാൻ പറഞ്ഞാൽ എക്സ് ആക്സിസിലെ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ വരയ്ക്കും എന്നാണ്. എക്സ് ആക്സിസിലെ 2 ഞാൻ വരയ്ക്കാം. ആക്സിസ് കേട്ടോ, എക്സ് ആക്സിസ് ഞാൻ വരച്ചാൽ അല്പം ചെരിഞ്ഞു വരുന്നുള്ളൂ. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എക്സ് ആക്സിസിലെ 2 1 2. എക്സ് ആക്സിസിലെ 2 വരയ്ക്കണം ആണോ? അങ്ങനെയാന്ന് തോന്നുന്നു. ഞാൻ എക്സ് ആക്സിസിലെ 2 വരച്ചേക്കാം. 2 മാറിപ്പോയില്ല. സ്ട്രെയിറ്റ് ആയിട്ടാണ്. എക്സ് ആക്സിസിലെ 2 വരച്ചിട്ടുണ്ട്. എനിക്കറിയില്ല സർ. അറിയില്ല. ശരി, എന്താ മുദാസറെ? x equal to 2 എങ്ങനെ വരയ്ക്കും? എക്സ് ആക്സില് പോയിന്റ് 2 കൂടെ വൈ ആക്സിസിന് പാരലൽ ആയിട്ടാണ്. x equal to 2 x equal to 2 പാരലൽ ടു y ആക്സിസ് കേട്ടോ. പാരലൽ ടു y ആക്സിസ്. y ആക്സിസിന് പാരലൽ ആയിരിക്കും. x equal to a constant, x equal to a constant എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു y ആക്സിസ് ആണ് കേട്ടോ. അറിയില്ലെങ്കിൽ എഴുതി വെച്ചോളണം. x equal to constant, x equal to a constant equation, x equal to k is a straight line parallel to y axis. x equal to k ആണെങ്കിൽ, അങ്ങനെയെങ്കിൽ x equal to 0 ആണെങ്കിലോ? x equal to 0 ആണെങ്കിൽ എന്തായിരിക്കും പിന്നെ? x equal to 0 ഒറിജിനിലൂടെ പോണം. എങ്ങനെ പോണം? രണ്ട് ആക്സിസിലും ടച്ച് ചെയ്യാണ്ട്. ഒറിജിന്റെ അവിടെ ഒരു പിടുത്ത് ചാടി പോണം. ഡയഗണൽ പോലെ പോവില്ലേ?
ഡയഗണലിൽ വരുന്നത് ഡയഗണലല്ലേ ഒറിജിനൽ ടച്ച് ചെയ്യാമോ അപ്പൊ? എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോ അല്ല വൈ ആക്സിസിൽ ഒരു പോയിന്റ് അല്ലേ? ഈ എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ ആണ്. അത് എങ്ങനെ വരയ്ക്കും? ഇതിൽ കൂടെ കടന്നു പോകും. എന്തായിരിക്കും എന്റെ പ്രത്യേകത? എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ വൈ എക്സ് ആക്സിസിൽ 2 എന്ന് പറഞ്ഞു. എക്സ് ഈക്വൽ ടു 2 എക്സ് ആക്സിസിൽ 2 വൈ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകും. എക്സ് ആക്സിസിൽ 2 വൈ ആക്സിന്. ഇപ്പൊ എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ഈ 3 വൈ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകും. എക്സ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ -1 വൈ ആക്സിന് പാരലായിട്ട് കടന്നു പോകും. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. വൈ ആക്സിസ് അല്ലേ? എക്സ് ഈക്വൽ ടു 0 വൈ ആക്സിസ് ആണ് കേട്ടോ. ഇക്വേഷൻ ഓഫ് വൈ ആക്സിസ് ആണ് എക്സ് ഈക്വൽ ടു 0. അറിയില്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് പോക്കോളെ, ഞാൻ പ്രത്യേകം പറയില്ല കേട്ടോ. എക്സ് ഈക്വൽ ടു 0 ഇക്വേഷൻ ഓഫ് വൈ ആക്സിസ്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്. എക്സ് ഈക്വൽ ടു 0 വൈ ആക്സിസ്. Then y equal to 3. Y equal to 3. എങ്ങനെയാണ് സ്വപ്ന? y equal to 3. y equal to 3 എങ്ങനെ വരും? എക്സിന് പാരലായിട്ട്. എക്സിന് പാരലായിട്ട് ഇതിൽ കൂടെ വൈയുടെ 3. വൈയിലെ 3 ഓക്കെ, വൈയിലെ 3 എക്സ് ആക്സിന് പാരലായിട്ട് കേട്ടോ. ഇതാണ് y equal to 3. y equal to 3. y equal to 3. തൊട്ട് താഴെ വരച്ചാൽ y equal to 2. y equal to 0യോ? എന്താ സ്വപ്ന? y equal to 0? x axis. y equal to 0 x axis ആണ്. y equal to 0 x axis. വേറെ ഏതെങ്കിലും ലൈൻ ആണെങ്കിൽ പോയിന്റ് കൊടുത്തിട്ട് വരയ്ക്കുക കേട്ടോ. വേറെ ലൈൻസ് പോയിന്റ് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ ഒരെണ്ണം പറയാം. y equal to x ആണ് എങ്ങനെ വരും? y equal to x ന്റെ ഷേപ്പ് എങ്ങനെ വരും? പോയിന്റ് കൊടുത്ത് വരയ്ക്കാവുന്നേ ഉള്ളൂ. y equal to x എക്സും വൈയും ഈക്വൽ ആണ്. അപ്പൊ ഏത് പോയിന്റ് കൂടെ കടന്നു പോകും? ഇതിൽ കൂടെ അനകാം. എക്സും വൈയും ഈക്വൽ ആണെങ്കിൽ രണ്ടിലൂടെയും കടന്നു പോവാ. രണ്ടിലൂടെയും കടന്നു പോകുന്ന ഉദ്ദേശിച്ചത്? അതായത് എനിക്കറിയില്ല സാർ. ശരി. x equal to y. എങ്ങനെയാണ് ഫാത്തിമ ഇസ്മായിലെ x equal to y? സ്ലോപ്പ് ആയിട്ടാണോ പോണേ? സ്ലോപ്പ് എത്രയാ? സ്ലോപ്പ് ഉണ്ട് അതിന്. സ്ലോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്ലോപ്പ് എത്രയാ? വലിയ പ്രശ്നമായി അല്ലേ ഫാത്തിമ? പറയണ്ടായിരുന്നു സ്ലോപ്പ് ഒന്ന്. സ്ലോപ്പിലേക്ക് ഞാൻ പോണില്ല കേട്ടോ. എനിക്കിവിടെ സ്ലോപ്പിന്റെ ആവശ്യമില്ല. സ്ലോപ്പിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതെങ്ങനെയായിരിക്കും? അല്ലെ ഫാത്തിമ ഈ ലൈൻ വരയ്ക്കാൻ പറഞ്ഞ ഫാത്തിമ എങ്ങനെ വരയ്ക്കും? വൈയിലൊരു പോയിന്റ് എടുക്കും, എക്സിലൊരു പോയിന്റ് എടുക്കും, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കും. എന്നാ വൈയിലൊരു പോയിന്റ് പറഞ്ഞേ. വൈയിലൊരു പോയിന്റ്, എക്സിലൊരു പോയിന്റ്. വൈയിലൊരു 3 എടുക്കാം, എക്സില് 3 എടുക്കാം. വൈയില് 3 എടുത്താ എക്സില് 3. അപ്പൊ പോയിന്റ് ഏതാ? ഏത് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യണം? ഇങ്ങനെയാണോ? വൈയില് 3 എടുക്കണം. ഇവിടെ ഇതാണോ ഫാത്തിമ? വൈയില് 3, എക്സില് 3 എടുക്കണം ഇവിടെ. എന്നിട്ട് അത് തമ്മിൽ വരയ്ക്കണം. അതൊരു ജോയിൻ ചെയ്തിട്ട് ലൈൻ. അതിന്റെ ഇക്വേഷൻ ആണ് x/3 + y/3 = 1 എന്ന് പറയാം. അതിന്റെ ഇക്വേഷൻ കേട്ടോ. അതിന്റെ ഇക്വേഷൻ x/3 + y/3 = 1 എന്നാണ്. അത് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയും. ഇന്റർസെപ്റ്റ് ഫോം ആണ്. ഞാൻ ചോദിച്ചത് അതല്ല. എനിക്ക് x = y ആണ് വേണ്ടത്. അറിയില്ല സർ. അറിയില്ല. x = y ആർക്കും പറയാം? x = y വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പിള്ളേരെ വരയ്ക്കുന്നത്? സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കും അഭിരാമി?
2 പോയിന്റ്സ് എടുത്തിട്ട് 2 പോയിന്റ്സ് എടുക്കും. എന്നാ ഈ ലൈനിലൊരു പോയിന്റ് പറഞ്ഞേ. 3 0 ഞാൻ ചോദിക്കട്ടെ ഒരു സെക്കൻഡ്. ഈ 3 0 ഈ ലൈനിലുണ്ട്. 3 0 ഈ ലൈനിലുണ്ടെന്ന് എങ്ങനെയാ മനസ്സിലായേ? 3 0 y ഈക്വൽ ടു എക്സ് ഉള്ള ലൈനിലുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ആർബിട്രറി ആയിട്ട് എടുക്കാനാണ് സാർ ഉദ്ദേശിച്ചത്? ഇഷ്ടം പോലെ പോയിന്റ്സ് അതിനകത്തുണ്ട്. ഇഷ്ടം പോലെ ലൈനിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. അതിനകത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റ്, കൃത്യം പോയിന്റ് പറയണം. അതിനകത്തുള്ള ഫിക്സഡ് പോയിന്റ് x0 അങ്ങനെ എടുക്കാനാണോ? എങ്ങനെയാലും കുഴപ്പമില്ല. അഭിരാമിക്ക് ഇഷ്ടമുള്ളല്ലോ എടുത്തു. ഒരു പോയിന്റ് അതിനകത്ത് പറഞ്ഞു തന്നാൽ മതി. ആ ലൈനിനകത്തുള്ള ഒരു പോയിന്റ് 3 0 3 0 ആ ലൈനിലുള്ള പോയിന്റ് അല്ല. 3 0 എന്ന പോയിന്റ് ആ ലൈനിലില്ല. എന്തുകൊണ്ടാ 3 0 അവിടെ ഉണ്ടെന്ന് പറഞ്ഞേ? സാധാരണ എടുക്കാൻ പറ്റില്ലേ? സാധാരണ പറ്റില്ല കേട്ടോ. പണി പാളിയല്ലോ. ആ ലൈനിനകത്ത് ഉണ്ടാവണമെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആ ലൈനിനകത്ത് 3 0 ഒന്നുമില്ല. എക്സിന് 3 എന്ന് കൊടുത്താൽ അഭിരാമിയുടെ 3 0 എക്സിന് 3 എന്ന് കൊടുത്താൽ y 0 കിട്ടുമോ? എക്സിന് ഈ ലൈനിനകത്ത് എക്സിന് 3 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ y 0 കിട്ടുമോ? y 0 കിട്ടിയാൽ ഓക്കെ 3 0 ആ പോയിന്റ് ലൈനിനകത്തുണ്ട്. ആ കൊടുക്കുന്ന പോയിന്റ്സ് ആ ലൈൻ സാറ്റിസ്ഫൈ ചെയ്യണം, ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാലാണ് ആ ലൈനിനകത്തുള്ളൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ആണ്. എക്സിന് 3 കൊടുത്തവിടെ എന്താ കിട്ടണത്? വൈക്കും 3 ആണ് കിട്ടണത്. എക്സ് 3 ആണെങ്കിൽ y 3 ആണ്. എക്സും വൈയും ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞേക്കണത്. പിന്നെ എങ്ങനെ 3 0 വരും? 3 3 വരും. എക്സും വൈയും ഈക്വൽ ആണെങ്കിൽ എക്സ് 3 ആണെങ്കിൽ y ഈക്വൽ ടു 3. 3 3 അവിടെയുള്ള പോയിന്റ് ആണ്. 2 2 എക്സ് 2 ആണെങ്കിൽ y 2 ആണ്. 2 2 അവിടെ ഉണ്ട്. 1 1 ഉണ്ട്. 0 0 ഉണ്ട്. -1 ഉണ്ട്. 45 ഡിഗ്രി ആംഗിൾ കേട്ടോ. 45 ഡിഗ്രി ആംഗിളിൽ കടന്നു പോകുന്ന ലൈനാണത്. 45 ഡിഗ്രി ആംഗിളിൽ കടന്നു പോകുന്ന ഒരു ലൈൻ ആയിരിക്കും. പ്രശ്നമാവല്ലോ ലൈൻ വരയ്ക്ക് അറിയാൻ പാടില്ലെങ്കിൽ. ഇക്വേഷൻ ഓഫ് ദ ലൈൻ, ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ 2 പോയിന്റ്. ഞാൻ വേറെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് പോട്ടെ. വേറെ ഇക്വേഷൻ 2x plus 3y equal to 6. ഈ ലൈൻ വരയ്ക്കണം. 2x plus 3y equal to 6 എങ്ങനെ വരയ്ക്കാം? ടു എക്സ് പ്ലസ് 3y ഈക്വൽ ടു 6 എങ്ങനെ വരയ്ക്കാന്നൊന്ന് പറഞ്ഞു തന്നെ. എങ്ങനെ വരയ്ക്കും? 2x plus 3y ഈക്വൽ ടു 6 ആ ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? ലൈൻ വരയ്ക്കണമെങ്കിൽ ലൈനകത്തുള്ള 2 പോയിന്റ് കിട്ടണം. മിനിമം 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്ത് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. ശരി, പറഞ്ഞ മുദാസറെ എങ്ങനെ വരയ്ക്കാം? എക്സിനും വൈക്കും ഓരോ വാല്യൂ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയിന്റ് കണ്ടുപിടിക്കണം. എക്സിനും വൈക്കും ഓരോ വാല്യൂ വെച്ചെന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞേ നോക്കട്ടെ. എക്സിന് 0 കൊടുക്കുമ്പോ y 2 എന്ന് കിട്ടും. ശരി, എക്സിനും വൈക്കും ഓരോ വാല്യൂ അല്ലാട്ടോ പറയണ്ടേ. എക്സും വൈ ആ കൊടുക്കുന്ന വാല്യൂ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എക്സിന് ഒരു വാല്യൂ കൊടുത്തോണ്ട് ഇക്വേഷനിൽ കൊടുത്തോണ്ട് അത് കറക്റ്റ് ആകുന്ന y കണ്ടുപിടിക്കണം. ഈ ഇക്വേഷനിൽ നിന്ന് y കണ്ടുപിടിക്കണം. എക്സിന് 0 കൊടുത്താൽ നമുക്ക് 2 പോയിന്റ് മതി. എക്സ് വൈ. എക്സിന് 0 കൊടുത്താൽ y എന്ത് വരും? എക്സിന് ഇവിടെ 0 കൊടുത്താൽ 0 plus 3y equal to 6. y equal to 2 എന്ന് കിട്ടും. y equal to 2 എന്ന്. ശരി, പിന്നെ ഇനി എക്സിന് 1 കൊടുക്കണം. അല്ല, എക്സിന് ഇനി വേറെ ഏതെങ്കിലും വാല്യൂ കൊടുക്കണം. 1 കൊടുക്കണം. 1 കൊടുക്കണം. ശരി, എക്സിന് 1 കൊടുത്തെങ്കിൽ എക്സിന് 1 കൊടുത്താൽ അപ്പൊ 5/3 എന്ന് കിട്ടും. എക്സിന് 1 കൊടുത്താൽ 5/3 ആണോ? ഒന്നുകൂടെ നോക്കി. 4/3 വരും. എക്സിന് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 into 1 2 plus 3y equal to 6 എന്ന് വരും അല്ലെ. 4/3 എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, വൈക്ക് 0 കൊടുത്താൽ മതി. വൈക്ക് 0 എന്ന് കൊടുത്താൽ എക്സ് എന്ത് കിട്ടും? ആദ്യം എക്സിന് 0 കൊടുത്ത് y കണ്ടുപിടിച്ചു. വൈക്ക് 0 കൊടുത്താൽ എക്സ് എത്ര വരും? 3 എന്ന് കിട്ടും. ഈ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുക. എക്സ് 0 ആകുമ്പോൾ y2, എക്സ് 0 ആകുമ്പോൾ y2 വരും. ഒരു സെക്കൻഡ് മക്കളെ.
ഓക്കെ, x0 ആകുമ്പോൾ y2, ഇനി x3 ആകുമ്പോൾ y0. ഈ 2 പോയിന്റ് മാർക്ക് ചെയ്തു. ഏതെങ്കിലും 2 പോയിന്റ് മതി കേട്ടോ. ഒരെണ്ണം 0 ആണെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. 1/4/3 മാർക്ക് ചെയ്യണേക്കാളും എളുപ്പമാണ് ഇത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. ഈ 2 പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ആ 2 പോയിന്റ് എന്ത് ചെയ്യണം? ഒരു ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്യുക. ഒരു സ്ട്രേറ്റ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്യുക. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ലീനിയർ ഇൻഇക്വാളിറ്റിക്കകത്ത് ഇഷ്ടം പോലെ പഠിച്ചേക്കണതാ. ലീനിയർ ഇൻഇക്വാളിറ്റിക്കകത്ത് എന്തുവാട്ടെ. ശരി, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ടോപ്പിക്ക് ഒരു സബ് ഹെഡിങ് എഴുതിക്കേ. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ കർവ് ആൻഡ് ലൈൻ. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ കർവ് ആൻഡ് ലൈൻ. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ കർവ് ആൻഡ് ലൈൻ. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ കർവ് ആൻഡ് ലൈൻ. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ കർവ് ആൻഡ് ലൈൻ. ശരി, ഇനി ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ. നമുക്ക് ചെറിയ ചാപ്റ്റർ ആണ്. ഒരേ ഒരു കാര്യം മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഫസ്റ്റ് എക്സസൈസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. സെക്കൻഡ് എക്സസൈസും അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് എക്സസൈസ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് എക്സസൈസും ചെയ്യാൻ പറ്റും. തുടർച്ചയായിട്ടാണ് വരുന്നത്. തുടർച്ചയാണ്. കുറച്ച് ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ എഴുതുമൊന്നും വേണ്ട കേട്ടോ. ഒരു എക്സാമ്പിൾ തൽക്കാലം കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ആയിട്ട് നോട്ട് ചെയ്യണോ? ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ്. നോട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. എക്സസൈസിലുണ്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ളതാണ്. ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. കാണിച്ചു തരാം. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ്. ക്വസ്റ്റ്യൻ എഴുതണ്ട, നമുക്ക് എക്സസൈസിലുണ്ട്. y² ഈക്വൽ ടു 8x. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y² ഈക്വൽ ടു 8x. x equal to 1, x equal to 3, and x-axis in the first quadrant. That's the question. In the first quadrant. നിങ്ങളോട് ചോദിക്കുന്നത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ y² ഈക്വൽ ടു 8x. y² ഈക്വൽ ടു 8x, x equal to 1, x equal to 3 and x-axis. ഇത്രയും സാധനത്തിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ഏരിയ കണ്ടുപിടിക്കാനാണ്. അപ്പൊ പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഗർ വരയ്ക്കണം കേട്ടോ. ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്. ഞാൻ മെത്തേഡൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡൊക്കെ നമുക്ക് എഴുതി വെക്കാം കേട്ടോ. നിങ്ങൾ എക്സാമ്പിൾ കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം മെത്തേഡൊക്കെ എഴുതി വെക്കാം. ആദ്യം നമ്മൾ ഫിഗർ അങ്ങ് വരയ്ക്കും. y² ഈക്വൽ ടു 8x വരയ്ക്കണം. y² ഈക്വൽ ടു 8x ഷേപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇത് പറഞ്ഞു തന്നത്. എന്താണ് y² ഈക്വൽ ടു 8x എന്നൊക്കെ പറഞ്ഞു തന്നത്. x y. y² ഈക്വൽ ടു 8x നിങ്ങൾ കണ്ടിരുന്നാൽ മതി മക്കളെ. കണ്ടിരിക്കുക. y² ഈക്വൽ ടു 8x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിന്റെ ഷേപ്പാ? y² ഈക്വൽ ടു 8x എന്താ മോളെ? y² ഈക്വൽ ടു 8x പരാബോള അല്ലേ? പരാബോളയാണ്. എങ്ങനെ വരും? ഏത് ആക്സിസിന് സിമെട്രിക് ആയിട്ട് വരും? എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് ഭാഗത്ത് സിമെട്രിക് ആയിട്ട് വരും. ശരി, എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പടം വരയ്ക്കാം. റഫായിട്ട് പടം വരച്ച് വെച്ചാൽ മതി. y² ഈക്വൽ ടു 8x. ഓ, എന്റെ സിമെട്രിക് ഒന്നും ആയില്ല. നിങ്ങൾ സിമെട്രിക് ആയിട്ട് വരച്ചോളൂ കേട്ടോ. ഇത് സിമെട്രിക് ആയില്ല എന്നുള്ളൂ. y² ഈക്വൽ ടു 8x. y² ഈക്വൽ ടു 8x പരാബോള. ദെൻ x equal to 1 എങ്ങനെ വരും? x equal to 1 എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ ആദ്യ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. നമ്മുടെ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ്, നമ്മുടെ ടോപ്പിക്കിനകത്തുള്ളതല്ല ഇതൊന്നും. ഇതൊക്കെ നിങ്ങൾ മുമ്പ് പഠിച്ചേക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ആവശ്യമായിട്ട് വരും. പരാബോള എന്താന്നുള്ളതും സർക്കിളും എലിപ്സും സ്ട്രെയിറ്റ് ലൈനും എന്താന്നുള്ളതും അതിന്റെ ഫിഗറും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് മുമ്പ് അത് ഡിസ്കസ് ചെയ്തത്. x equal to 1 എങ്ങനെ വരും? x equal to 1 നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇനി എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. x equal to 1 എങ്ങനെ വരയ്ക്കും അലിയ? അല്ല, x equal to 1 എന്ന് പറഞ്ഞാൽ ലൈൻ ആണ്. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നുമല്ല. x equal to 1 എന്നുള്ള ലൈൻ ആണ്. അത് ലൈൻ വരയ്ക്കുക. x equal to 1 എന്നുള്ള ലൈൻ വരയ്ക്കണം. y ആക്സിസിന് പാരലൽ ആയിട്ട്
വൈ ആക്സിന് പാരലായിട്ട് ഇതിൽ കൂടെ 1-ൽ കൂടിയല്ലേ? രണ്ടിലൂടെ 1-ലൂടെ. വൈ ആക്സിന് പാരലൽ ആയിട്ട് 1-ലൂടെ കേട്ടോ. വൈ ആക്സിന് പാരലായിട്ട് 1-ലൂടെ വരച്ചു. ഇതാണ് x = 1. x = 3യോ? x = 3 ഏത് വരും? വൈ ആക്സിന് പാരലായിട്ട് 3-ലൂടെ വരും. വൈ ആക്സിന് പാരലായിട്ട് 3-ലൂടെ വരും. x = 3. x = 1 വരച്ചു. x = 3 വരച്ചു. Then and x axis താഴെ അറിയാലോ. ഞാൻ ഏത് ഭാഗം ഷെയ്ഡ് ചെയ്യണം? നമ്മൾ ആദ്യം ഷെയ്ഡ് ചെയ്യണോട്ട് പിള്ളേരെ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ ഷെയ്ഡ് ചെയ്യാണ്. നമുക്ക് ഏത് ഏരിയ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ പരാബോള x = 1, x = 3 and x axis in the first quadrant. അപ്പോൾ ഏത് ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്യണം? നുസ്രിൻ സർ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഈ 3 ലൈൻസും കൂടെ വന്ന പരാബോളയുടെ അവിടെയാണോ? ഫസ്റ്റ് ക്വാർട്ടറിൽ, അതായത് നമുക്ക് തരുന്ന എപ്പോഴും ബൗണ്ടറീസ് ആണ് കേട്ടോ. ഒരു ബൗണ്ടറി y² = 8x ആണ്. ഒരു ബൗണ്ടറി y² = 8x ബൗണ്ടറി ആയിട്ട് വരും. ഇതാണ് ഒരു ബൗണ്ടറി y². അതായത് പരാബോളയുടെ ഒരു ഭാഗം ഇതാട്ടോ. പരാബോളയുടെ ഭാഗം ഒരു ബൗണ്ടറി ആണ്. ഇതൊരു ബൗണ്ടറിയാണ്. y² = 8x ഒരു ബൗണ്ടറി. അടുത്ത ബൗണ്ടറി ഏതാണ്? x = 1 ആണ്. x = 1 ഒരു ബൗണ്ടറിയാണ്. അടുത്തത് x = 3. x = 3 ഒരു ബൗണ്ടറിയാണ്. x ആക്സിസ് ആണ് പിന്നത്തെ ബൗണ്ടറി. ഇത് x ആക്സിസ് ബൗണ്ടറിയാണ്. ഈ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഏരിയ കണ്ടുപിടിക്കണം. ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഏരിയ കേട്ടോ. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റ് ഈ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും കാര്യം ഓക്കെ ആണോ? ശ്രദ്ധിച്ച് കേട്ടോളണം കേട്ടോ. ചെറിയ കാര്യമുള്ളൂ, വേറെ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ എക്സാമിനകത്ത് പറഞ്ഞേക്കണേ, ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ y² = 8x പരാബോള. x = 1 എന്നുള്ള ലൈൻ, x = 3 എന്നുള്ള ലൈൻ, x ആക്സിസ്. ഒരു ബൗണ്ടറി ആക്സിസ് ആയിരിക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയന്റെ ഒരു ബൗണ്ടറി ആക്സിസ് ആയിരിക്കണം. ഒന്നുകിൽ x ആക്സിസ് ആയിരിക്കണം, അല്ലെങ്കിൽ y ആക്സിസ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു ആക്സിസ് ബൗണ്ടറി ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ കാലത്ത് പറഞ്ഞിരുന്നു ഡബിൾ ഇന്റഗ്രേഷനിലൂടെയാണ് അല്ലാതെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ സിംഗിൾ ഇന്റഗ്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഷെയ്ഡ് ചെയ്യുന്ന കർവിന്റെ ഒരു ബൗണ്ടറി ആക്സിസ് ആയിരിക്കണം. ഏതെങ്കിലും ആക്സിസ്, x ആക്സിസോ y ആക്സിസോ ഏത് വന്നാലും കുഴപ്പമില്ല. ചിലതിന് രണ്ടും വരും കേട്ടോ. ചില ഫിഗറിന് രണ്ടും ബൗണ്ടറി ആയിട്ട് വരും. x ആക്സിസും ബൗണ്ടറിയിൽ വരും, y ആക്സിസും ബൗണ്ടറി ആയിട്ട് വരും. അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഇവിടെ നമുക്ക് ബൗണ്ടറി വന്നിരിക്കുന്നത് x ആക്സിസ് ആണ്. നമ്മൾ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഭാഗത്ത് ബൗണ്ടറി ആയിട്ട് y ആക്സിസ് ഇല്ലല്ലോ. ഉണ്ടോ? ഈ പടം y ആക്സിസിൽ മുട്ടിയിട്ടില്ലല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ, പടം ഉദ്ദേശിച്ചതാണ് കേട്ടോ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ y ആക്സിസിൽ മുട്ടിയിട്ടുണ്ടോ എന്ന്. ഉണ്ടോ സോലിഹ? ഇല്ല. x ആക്സിസിൽ മുട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ശരി. x ആക്സിസിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. ഏരിയ = ഇന്റഗ്രൽ y dx. x = a to b. ഇന്റഗ്രൽ x = a to b y dx. ശ്രദ്ധിക്കുക കേട്ടോ. അതായത് x ആക്സിസ് ബൗണ്ടറി ആയതുകൊണ്ടാണ്. x ആക്സിസ് ബൗണ്ടറി ആയതുകൊണ്ട് x എവിടം മുതൽ എവിടം വരെ വേരി ചെയ്യുന്നു. ഈ ക്വസ്റ്റിനകത്താണെങ്കിൽ ഇന്റഗ്രൽ x എവിടം മുതലാന്ന് നോക്കിയാൽ നമ്മുടെ ഈ ഷെയ്ഡഡ് റീജിയനകത്ത് x വേരി ചെയ്യുന്ന എവിടം മുതൽ എവിടം വരെയാണ്? x = 1 മുതൽ. ഉണ്ടോ? ഒരു ബൗണ്ടറിയിൽ ഈ ആദ്യത്തെ ഭാഗത്ത് x = 1 ആണ്. ഇങ്ങേയറ്റത്ത് വന്നപ്പോൾ x = 3 ആണ്. അപ്പോൾ x 1 മുതൽ 3 വരെയാണ് വേരി ചെയ്യുന്നത്. x = 1 to 3. പറഞ്ഞു മനസ്സിലാവുണ്ടോ? x എവിടം മുതൽ എവിടം വരെയാണ് വേരി ചെയ്യുന്നത്? x 1 മുതൽ, നമ്മൾ ഷെയ്ഡ് ചെയ്തേക്കുന്ന ബൗണ്ടറി ആണ് നോക്കുന്നത്. x = 1 മുതൽ x = 3 വരെയുള്ള റീജിയൻ ആണ് നമ്മൾ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. അപ്പൊ x 1 മുതൽ 3 വരെ. ഇനി y എന്ന് പറയുന്ന വാല്യൂ ഈ കേർവിൽ നിന്ന് കണ്ടുപിടിക്കണം കേട്ടോ. ഈ കേർവിൽ നിന്ന്, ഏത് കേർവാണോ ഇവിടെ വന്നിരിക്കുന്നത്, x ആക്സിസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ കേർവിൽ നിന്ന് y കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ y =
റൂട്ട് 8x എന്ന് വരും. y ഈക്വൽ ടു റൂട്ട് 8x dx. y ഈക്വൽ ടു റൂട്ട് 8x dx. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ആ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. ഇത്രയും കാര്യം മനസ്സിലായോ നോക്കി. ഇന്റഗ്രേഷൻ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഇന്റഗ്രേഷൻ ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല. നമുക്ക് എക്സസൈസിലെ പ്രോബ്ലംസ് ചെയ്യാം. ഇന്റഗ്രേഷൻ ഞാൻ ചെയ്യുന്നില്ല. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏരിയ കിട്ടും. ഇവിടെ എക്സ് ആക്സിസ് ബൗണ്ടറി ആയതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. എക്സ് ആക്സിസ് ബൗണ്ടറി ആയതുകൊണ്ട് ഇന്റഗ്രൽ എക്സ് ഈക്വൽ ടു a to b y dx. അതായത് ലിമിറ്റ് എക്സിന്റെ ആയിരിക്കണം. എക്സ് ആക്സിസ് ബൗണ്ടറി ആണെങ്കിൽ ലിമിറ്റ് എക്സിന്റെ ആണ്. ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പോൾ അകത്ത് y കൊടുക്കണം കേട്ടോ. എന്നാൽ y ആണ് ഇൻ ടേംസ് ഓഫ് എക്സ് കിട്ടുള്ളൂ. ഈ വൈയുടെ വാല്യൂ എക്സിന്റെ ടൈമിലല്ലേ നോക്കി. വൈയുടെ വാല്യൂ വന്നേക്കണം എന്താണ്? റൂട്ട് 8x എന്നാ. y ഈക്വൽ ടു റൂട്ട് 8x. അപ്പൊ മൊത്തം എക്സിലായിട്ട് മാറി. മൊത്തം എക്സിൽ ആയിട്ട് വരും. അത് ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയ കിട്ടും. ഓക്കെ, ഞാൻ വേറൊരു എക്സാമ്പിളോടെയും പറയാം. പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. വേറൊരു എക്സാമ്പിള്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ y ഈക്വൽ ടു എക്സ് സ്ക്വയർ. Find the area of the region bounded by y equal to x square and the line y equal to 4. y equal to x square y equal to 4. ഇത്രയും കാര്യം തന്നിട്ടുണ്ട് കേട്ടോ. Find the area of the region bounded by y equal to x square and the line y equal to 4. നമുക്ക് വരയ്ക്കാം. ആദ്യം തന്നെ ഫിഗർ വരയ്ക്കണം കേട്ടോ. ഫിഗർ വരച്ചാലേ ഐഡിയ കിട്ടുള്ളൂ. ആക്സിസ് വരച്ചു. y equal to x square അതിന്റെ ഷേപ്പ് എങ്ങനെ വരും? y ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? എങ്ങനെയാ അളവുക? y ആക്സിസിന് സിമെട്രിക് ആയിട്ടാണോ? എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. y ആക്സിസിന് സിമെട്രിക് ആയിട്ട് മുകളിലേക്ക് വരയ്ക്കണോ താഴത്തേക്ക് വരയ്ക്കണോ? മുകളിലേക്ക്. ഇങ്ങനെ വരും. പരാബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ. y ഈക്വൽ ടു 4ഓ? എക്സിന് പാരലൽ ആയിട്ട്. എക്സിന് പാരലലായിട്ട് വൈയുടെ 4ലൂടെ. ശരി, വൈയുടെ 4ലൂടെ. എക്സിന് പാരലലായിട്ട് വൈയുടെ 4ലൂടെ. y ഈക്വൽ ടു 4. നമുക്ക് ഏത് ഏരിയ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദീസ് ടു കർവ്സ്. ഈ രണ്ട് കർവോടെ ബൗണ്ട് ചെയ്ത ഏരിയ. ആ വരച്ചിരിക്കുന്ന പരാബോളയ്ക്കും സ്ട്രേറ്റ് ലൈനും ഇടയ്ക്കുള്ള ഏരിയ ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, കഴിഞ്ഞിട്ട് ചെയ്യാം. ആ വരച്ചിരിക്കുന്ന പരാബോളയ്ക്കും സ്ട്രേറ്റ് ലൈനും ഇടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കണം. ഏത് വരും? ഏത് ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്യണം? ഏതാനക? ഏത് ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്യണം? ആ വരച്ചിരിക്കുന്ന പരാബോളയ്ക്ക് ലൈനും ഇടയ്ക്കുള്ള ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരുന്നത്. യു പോലെ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട താഴത്തേക്ക്. യുവിനെ യു പോലെ കട്ട് ചെയ്ത് മുകളിൽ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്, താഴത്തേക്ക് കംപ്ലീറ്റ് അല്ലേ? തൽക്കാലം ഞാൻ കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്യില്ല കേട്ടോ. എന്തോ അല്ല, യു ആൻസർ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, ആ യു പോലെയുള്ള അതിന്റെ ഉൾഭാഗത്തെ ഷെയ്ഡ്. ഉൾഭാഗം അപ്പൊ വരച്ചേക്കണ ലൈനിന്റെ താഴത്തേക്ക് അല്ല ഉദ്ദേശിച്ചേ? ശരി, ആ ലൈനിന്റെ താഴത്തേക്ക്. അതിനകത്ത് അത് മുഴുവനാണ് വേണ്ടത് കേട്ടോ. അത് മുഴുവനാണ് വേണ്ടത്. പക്ഷെ ഞാനൊരു കാര്യം ചെയ്യുന്നു, തൽക്കാലം ഇത് ഈ റൈറ്റ് സൈഡ് മാത്രം ഷെയ്ഡ് ചെയ്യുന്നു കേട്ടോ. ഈ റൈറ്റ് സൈഡ് മാത്രം ഷെയ്ഡ് ചെയ്യുന്നു. ഈ റൈറ്റ് സൈഡിലെ ഏരിയ കണ്ടുപിടിച്ചിട്ട്, ഇത് സിമെട്രിക് അല്ലേ? ഈ ഫിഗർ സിമെട്രിക് ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ റൈറ്റ് സൈഡിലെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? എന്ത് ചെയ്യും സാമുവലെ? ഞാൻ ആ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കും. ടോട്ടൽ ഏരിയ ഈക്വൽ ടു പറയടാ, ഇൻടു 2 ചെയ്താൽ മതി. ഇൻടു ചെയ്താൽ 2 ചെയ്താൽ പോരെ? ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ഇൻടു 2 കണ്ടാൽ മതിയല്ലോ. ഇതിനകത്ത് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഒരു ക്വാഡ്രന്റ് കണ്ടുപിടിച്ചിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ബൗണ്ടറി എന്തായിരിക്കണം? ആക്സിസ് ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ബൗണ്ടറി ആക്സിസ് ആയിരിക്കണം.
അത് ഏത് ആക്സിസ് ആയാലും കുഴപ്പമില്ല. ഒന്നുകിൽ എക്സ് ആക്സിസ് ആയിരിക്കണം, അല്ലെങ്കിൽ വൈ ആക്സിസ് ആയിരിക്കണം. ഇവിടെ ബൗണ്ടറി ആയിട്ട് വന്നിരിക്കുന്നത് ഏത് ആക്സിസ് ആണെന്ന് നോക്കി. ഇവിടുത്തെ ബൗണ്ടറി ഏതാണ്? വൈ ആക്സിസ്. വൈ ആക്സിസ്. ഓക്കെ, ഇവിടുത്തെ ബൗണ്ടറി വൈ ആക്സിസ് ആണ് കേട്ടോ. വൈ ആക്സിസ് ആണെങ്കിൽ ഫോർമുല വരുന്നത് പറയാമോ? വൈ ആക്സിസ് ആണെങ്കിൽ ഫോർമുല ഇന്റഗ്രൽ y ഈക്വൽ ടു സി ടു ഡി. സി ഡി മാറ്റി വെറുതെ മാറ്റി കൊടുത്തോളൂ. എ ടു ബി കൊടുത്താലൊന്നും കുഴപ്പമൊന്നുമില്ല. വൈയുടെ ലിമിറ്റ് വൈ ആക്സിസ് ബൗണ്ടറി വന്നാൽ വൈ ആണ് വേരി ചെയ്യുന്നത്. വൈ ആക്സിസ് ബൗണ്ടറി വന്നാൽ വൈ വേരി ചെയ്യും. ഇന്റഗ്രൽ y ഈക്വൽ ടു സി മുതൽ ഡി വരെ എക്സ് ഡി വൈ. എക്സ് ഡി വൈ. വൈയുടെ ലിമിറ്റ് കൊടുക്കണം. വൈ ആക്സിസിലായതുകൊണ്ട് വൈയുടെ ലിമിറ്റ് ഫോർമുല ഞാൻ തന്നോളാം. വൈ ആക്സിസ് ആയതുകൊണ്ട് വൈ ആണ് വേരി ചെയ്യുന്നത്. ഇന്റഗ്രൽ y ഈക്വൽ ടു സി ടു ഡി എക്സ് ഡി വൈ. ഇനി എന്ത് ചെയ്യുന്നറിയാമോ? ഈ കെർവിൽ നിന്ന്, അതായത് വൈയുടെ ഓപ്പോസിറ്റ് വഹിക്കണ കെർവ്, ഈ വൈയുടെ ഓപ്പോസിറ്റ് വഹിക്കണ കെർവില്ലേ, ഈ കെർവിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിക്കും. ഇന്റഗ്രൽ ഇവിടെ നിന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു തരാമോ? ഇന്റഗ്രൽ y ഈക്വൽ ടു എവിടെ മുതൽ എവിടം വരെയാണെന്ന് പറഞ്ഞു തന്നെ. ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയനകത്ത് y എവിടെ മുതൽ എവിടം വരെയാണ്? ആ ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയന്റെ താഴെ y എത്രയാണ്, മുകളിൽ y എത്രയാണ്? ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയന്റെ താഴത്തെ y എത്രയാണ്, മുകളിൽ y എത്രയാണ്? 0 to 4. 0 to 4. താഴെ എക്സ് ആക്സിസിൽ മുട്ടിയിൽ നിൽക്കുന്നത്. ഈ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 0 അല്ലേ? താഴത്തെ പോർഷൻ മുട്ടി നിൽക്കുന്നത് എക്സ് ആക്സിസിലാണ്. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 0, മുകളിൽ y ഈക്വൽ ടു 4 വരെ. അപ്പോൾ y ഈക്വൽ ടു 0 മുതൽ 4 വരെയാണ്. y ഈക്വൽ ടു 0 to 4. ഇനി ഈ കെർവിന്റെ ഇക്വേഷൻ നമ്മൾ x കണ്ടുപിടിക്കണം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആകുമ്പോൾ x ഈക്വൽ ടു റൂട്ട് y എന്ന് വരും. കെർവിന്റെ ഇക്വേഷനിൽ നിന്ന് x കണ്ടുപിടിച്ചു, റൂട്ട് y dy. ഇത് കണ്ടുപിടിച്ചാൽ ആൻസർ ആയിട്ടോ. ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് മെത്തേഡ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിനകത്ത് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടോ? ചോദിച്ചോ സാലിഹ? സംശയമില്ല. ശരി, പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. പ്രോബ്ലം ചെയ്ത് തുടങ്ങുന്നതിന് നിങ്ങൾക്ക് ഒരു ഐഡിയ വരാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഒരു ബൗണ്ടറി ആക്സിസ് ആയിരിക്കണം. എക്സ് ആക്സിസ് ബൗണ്ടറി ആണെങ്കിൽ ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റ് കൊടുക്കണം. ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരിക്കണം. അപ്പൊ അകത്ത് y വരണം, y dx. ഇന്റഗ്രൽ y dx. ഇനി y ആക്സിസ് ആണ് ബൗണ്ടറി എങ്കിലോ ഇന്റഗ്രൽ എക്സ് dy. ഏത് വേരിയബിൾ കൊണ്ടാണോ ഇന്റഗ്രേഷൻ അതിന്റെ ലിമിറ്റ് ആണ് കൊടുക്കേണ്ടത്. എക്സ് കൊണ്ടാണ് ഇന്റഗ്രേഷൻ എങ്കിൽ എക്സിന്റെ ലിമിറ്റ്, y കൊണ്ടാണ് ഇന്റഗ്രേഷൻ എങ്കിൽ y-യുടെ ലിമിറ്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ശരി. ഹെഡിങ് എഴുതിയല്ലേ നിർത്തിയേക്കണത്? റൂൾ എഴുതിക്കോളൂ കേട്ടോ. വർക്കിംഗ് റൂൾ to find the area bounded by the curve. To find the area bounded by the curve. To find the area bounded by the curve. Y equal to f of x. To find the area bounded by the curve. Y equal to f of x. X-axis x equal to a and x equal to b. To find the area bounded by the curve, y equal to f of x. പടം നമുക്ക് റഫായിട്ട് വരച്ചു വെക്കാം. To find the area bounded by the curve, y equal to f of x, x-axis x equal to a and x equal to b. ഇനി റഫായിട്ട് സൈഡിൽ വരച്ചു വെച്ചോ. പിന്നീട് നോക്കും മനസ്സിലാവാൻ എളുപ്പത്തിന്. ഇത് കർവ് കേട്ടോ. നിങ്ങൾക്ക് കർവ്, ഇതൊരു കർവ്, എന്തെങ്കിലും ഷേപ്പ് ആയിക്കോട്ടെ. ഇത് എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു എ എന്ന ലൈൻ, ഇത് എക്സ് ഈക്വൽ ടു ബി എന്ന ലൈൻ കേട്ടോ. എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു ബി. കർവ് മുകളിൽ വരച്ചേക്കണത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കർവ്. എക്സ് ആക്സിസ് താഴെ എക്സ് ആക്സിസ്.
ഈ ഇടയ്ക്കുള്ള ഭാഗം ഷെയ്ഡ് ചെയ്തേരെ. y equal to f of x എന്ന കർവ്, y equal to f of x എന്ന കർവ് x equal to a ക്കും x equal to b യുടെയും ഇടയ്ക്ക് x ആക്സിസിന്റെയും ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഏരിയ. അതിന്റെ മെത്തേഡ് ആയിട്ടാട്ടോ മക്കളെ പറഞ്ഞേ. ഒന്നാമത്തത് ഡ്രോ ദി റഫ് സ്കെച്ച്, അത്ര മതി, എല്ലാം വരയ്ക്കണം. ഡ്രോ ദി റഫ് സ്കെച്ച്. പ്രോബ്ലം ഞാനുള്ള സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഒന്ന് ഫിഗർ വരയ്ക്കണം, ഡ്രോ ദി റഫ് സ്കെച്ച്. 2 ഷെയ്ഡ് ദി റിക്വയർഡ് റീജിയൻ, പടം വരയ്ക്കണം, റീജിയൻ ഷെയ്ഡ് ചെയ്യണം. ഡ്രോ ദി റഫ് സ്കെച്ച്, ഷെയ്ഡ് ദി റിക്വയർഡ് റീജിയൻ. 3 ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ. നാലാമത്തെ സ്റ്റെപ്പ് ഇവാലുവേറ്റ് ദ ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇന്റഗ്രൽ a to b y dx. ഓക്കെ, എഴുതില്ല എല്ലാവരും? രണ്ടാമത്തെ കൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം. എത്ര സ്റ്റെപ്പ് എഴുതണ്ട. രണ്ടാമത്തെ the area bounded between the area bounded between x equal to f of y. The area bounded between x equal to f of y, y axis, y equal to a and y equal to b. Figure. ഇതാണ് x equal to f of y. ഇത് y equal to a, y equal to b. The area bounded between x equal to f of y, y axis, y equal to a and y equal to b is integral a to b x dy. Integral a to b x dy. y ആണെങ്കിൽ y യുടെ ലിമിറ്റ്, x ആണെങ്കിൽ x ന്റെ ലിമിറ്റ്. ഇനി സിമെട്രിക് ആയിട്ട് വരുന്നതിന്റെ ഏരിയ കാണാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ ഉള്ളൂ കേട്ടോ. ഈ പരാബോളയുടെ ഫുള്ള് ചോദിച്ചാൽ നമ്മൾ ഒരു ഭാഗം കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എലിപ്സിന്റെ മുഴുവൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വാഡ്രന്റ് കണ്ടുപിടിച്ചിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് ആക്സിസ് ബൗണ്ടറി ആയിട്ട് വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ എക്സസൈസ് 8.1. എക്സസൈസ് 8.1. സോറി, അതിനുമ്പ് ഒരു ഫോർമുലയോടെ എഴുതണം കേട്ടോ മക്കളെ. നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ട് വരുന്നത് ഇന്റഗ്രേഷന്റെ ഒരു ഫോർമുല, നമ്മൾ പഠിക്കാത്ത ടൈപ്പ് ഒരു ഫോർമുല ഉണ്ട്. ചുമ്മാ ഫോർമുല മാത്രം നോട്ട് ചെയ്ത് വെച്ച്. ഫോർമുല ആവശ്യമായിട്ട് വരും. ആ ഫോർമുല ഞാൻ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു, പറയാൻ മറന്നുപോയി. ഫോർമുല ഇന്റഗ്രേഷന്റെ ഒരു ഫോർമുല ഉണ്ട്. ഇന്റഗ്രേഷന്റെ ഒരു റിസൾട്ട് ആണ് ഇന്റഗ്രൽ റൂട്ട് ഓഫ് a square minus x square dx. Integral root of a square minus x square dx equal to integral root of a square minus x square dx equal to x by 2 root of a square minus x square
x by 2 root of a square minus x square plus a square by 2 sin inverse x by a plus c. Integral of root of a square minus x square dx. Integral of root of a square minus x square dx equal to x by 2 root of a square minus x square plus a square by 2 sin inverse x by a plus c. ഇതുപോലത്തെ വേറൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിരുന്ന ഫോർമുല ഏതായിരുന്നു? ഡിനോമിനേറ്ററിൽ റൂട്ട് തന്നെ. ഡിനോമിനേറ്ററിൽ 1 by root of a square minus x square. അതിന്റെ ആൻസർ എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് x by a പ്ലസ് സൈൻ ഇൻവേഴ്സ് x by a ആണ് കേട്ടോ. സൈൻ ഇൻവേഴ്സ് x by a ആണ് അതിന്റെ ആൻസർ. അത് തന്നെ ഇപ്പൊ ഒരു പാർട്ടിലായിട്ട് വന്നിട്ടുണ്ട്. ശരി, ആ ഫോർമുല പഠിച്ചോളാം കേട്ടോ. ഈ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനകത്ത് ആ ഫോർമുല വരും. പല ക്വസ്റ്റിനകത്തും ആ ഫോർമുല കയറി വരും. നമുക്ക് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. Question number 1, exercise 8.1 first question. Exercise 8.1 first question. ഞാൻ ചെയ്യാം, കണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരുവിധ ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കണോ. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y square equal to x. Find the area of the region bounded by the curve y square equal to x and the lines x equal to 1, x equal to 4 and x-axis. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് പിള്ളേരെ. Find the area of the region bounded by the curve y square equal to x and the line x equal to 1, x equal to 4 and the x-axis. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നല്ല ഉണ്ടോ നിങ്ങളുടെ അല്ലേ? കുഴപ്പമില്ല, ഉണ്ടോ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഉണ്ടോ? ക്വസ്റ്റിനകത്ത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഒന്നുണ്ടോ? ഉണ്ട്. ശരി, എന്റെ കയ്യിലിരിക്കണതിൽ ഇല്ല കേട്ടോ. ആ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറയാം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനകത്ത് നമ്മളെ ബാധിക്കില്ല. നോക്കാം. ആദ്യം ഫിഗർ വരയ്ക്കണം കേട്ടോ. ഒന്നാമത്തെ സ്റ്റെപ്പ് ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. ഫിഗർ വരച്ച് നോക്കളെ. ആക്സിസ് വരയ്ക്കുക. സാറില്ല. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്. എങ്ങനെ വരും വൈ സ്ക്വയർ ഈക്വൽ ടു എക്സിന്റെ ഷേപ്പ്? വൈ സ്ക്വയർ ഈക്വൽ ടു എക്സിന്റെ ഷേപ്പ് പറഞ്ഞേ. വൈ സ്ക്വയർ ഈക്വൽ ടു 4x. എങ്ങനെ വരും നെസ്റിനെ? വൈ സ്ക്വയർ ഈക്വൽ ടു 4x. y square equal to 4x. എക്സിന്റെ പോസിറ്റീവ് സൈഡിലേക്ക്, എക്സിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് സിമെട്രിക് ആയിട്ട് വരും. ശരി, എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് കേട്ടോ. എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് സിമെട്രിക് ആയിട്ട് വരും. എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1 എങ്ങനെ വരും? x equal to 1. അഫ്സറെ, x equal to 1. y ആക്സിസിന് പാരലൽ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരും. y ആക്സിസിന് പാരലൽ ആയിട്ടാ? ശരി, y ആക്സിസിന് പാരലൽ ആയിട്ട് വരും. y ആക്സിസിന് പാരലൽ ആയിട്ട് y ആക്സിസിന് പാരലൽ ആയിട്ട് ഏതിലൂടെ? 1 1 y ആക്സിസിന് പാരലൽ ആയിട്ട് 1 ശരി, y ആക്സിസിന് പാരലൽ ആയിട്ട് 1 അടുത്ത x equal to 4 y ആക്സിസിന് പാരലൽ ആയിട്ട് 4 വരും. y ആക്സിസിന് പാരലൽ ആയിട്ട് 4 വരും.
y ആക്സിന് പാരലായിട്ട് 4 അപ്പൊ x ഈക്വൽ ടു 1, ഇത് x ഈക്വൽ ടു 4. ഇപ്പോഴത്തെ പരാബോള y സ്ക്വയർ ഈക്വൽ ടു എക്സ്. നമ്മുടെ റീജിയൻ പറഞ്ഞേ, നമ്മുടെ റീജിയൻ ബൗണ്ടഡ് ബൈ കേട്ടോ, ബൗണ്ടഡ് ബൈ y സ്ക്വയർ ഈക്വൽ ടു എക്സ്. y സ്ക്വയർ ഈക്വൽ ടു എക്സ് ഒരു ബൗണ്ടറി പരാബോളയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ, സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം, ശ്രദ്ധിച്ചു കേട്ടോളണം. ഒരു ബൗണ്ടറി പരാബോളയാണ്. അടുത്ത ബൗണ്ടറി x ഈക്വൽ ടു 1 ആണ്. വേറെ ഒരെണ്ണം x ഈക്വൽ ടു 4 ആണ്. വേറെ ഒരെണ്ണം x ആക്സിസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലത്തെ ഷെയ്ഡ് ചെയ്യാം. ഫസ്റ്റ് ക്വാഡ്രന്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ മുകളിലത്തെയോ താഴ്ത്തിയോ ആവാം കേട്ടോ. ഏതായാലും കുഴപ്പമില്ല, മുകളിലത്തെ ആവാം താഴ്ത്തിയതും ആകാം. മുകളിലത്തേതോ താഴ്ത്തേതോ ഏത് വന്നാലും ഇതിനകത്ത് പ്രശ്നം ഇല്ല. അപ്പോ ബൗണ്ടറീസ് ഇത് 4 ആകണമെന്നേ ഉള്ളൂ. ഞാൻ തൽക്കാലം മുകളിലത്തെ എടുക്കുന്നു. ഒന്നും പറഞ്ഞില്ലേ, നമ്മൾ മുകളിലത്തെ എടുക്കും. അല്ലെങ്കിൽ ഇതുപോലെ താഴ്ത്തി എടുക്കാം കേട്ടോ. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മുകളിലത്തെ തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ താഴ്ത്തി എടുത്താലും മതി. രണ്ടും കൂടെ എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണ്, രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എക്സ് ആക്സിസ് ബൗണ്ടറി ആവില്ല അല്ലേ? അത് ഫുൾ എടുത്ത എക്സ് ആക്സിസ് ബൗണ്ടറി ആണോ? രണ്ട് ബൗണ്ടറിയും പരാബോളയായിട്ട് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് റീജിയൻ. ഓക്കെ ആണോ? ആ, ഈ 3 കൂടി വരുന്ന റീജിയൻ അല്ലേ ഷെയ്ഡ് ചെയ്തേക്കുന്നേ? അതെ, 3 അല്ല 4 എണ്ണം. എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് എങ്ങനെയാ ആ ഭാഗത്തേക്ക് വരുന്നത്? എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ y ആക്സിസ് തൊട്ട് ആ ലൈൻ വരെയുള്ള പോർഷൻ അല്ലേ വരുള്ളൂ? എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ വരച്ചിരിക്കുന്ന ലൈൻ അല്ലേ അനക? എക്സ് ഈക്വൽ ടു 1 ആ വരച്ചിരിക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് എക്സ് ഈക്വൽ ടു 1. ആ ലൈൻ ഒരു ബൗണ്ടറി ആണ്. നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ട റീജിയന്റെ ഒരു സൈഡാണ് ആ ലൈൻ. അപ്പൊ അവിടെ ഷെയ്ഡ് ചെയ്യേണ്ടത് ആ എക്സ് ഈക്വൽ ടു 1ന്റെ പുറകിലേക്കല്ലേ? നമുക്ക് ഒരു കാര്യത്തിന്റെ ബൗണ്ടറീസ് ആണ് പറഞ്ഞേക്കണത്. പനകരിക്കുന്ന മുറിയുടെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഏതാണ്? അതിന്റെ 4 ചുവരുകള്, 4 ചുവരുകളും എന്റെ ടോപ്പും ഉണ്ട് ബോട്ടും ഉണ്ട്. 6 ഭാഗം വരും എന്റെ ബൗണ്ടറി. മനസ്സിലായോ? ബൗണ്ടറി ഇവിടെ അതുപോലെ ബൗണ്ടറീസ് ആയിട്ട് പറഞ്ഞേക്കുന്ന ഭാഗമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട റീജിയന്റെ ബൗണ്ടറിയാണ്. ഒരു ബൗണ്ടറി പരാബോളയാണ്. പരാബോള y സ്ക്വയർ ഈക്വൽ ടു എക്സ് ബൗണ്ടറി ആയിരിക്കണം. ശരി, y സ്ക്വയർ ഈക്വൽ ടു എക്സ്. ഈ y സ്ക്വയർ ഈക്വൽ ടു എക്സ് ബൗണ്ടറി ആണ്. അതുണ്ടോ, ഞാൻ ഇപ്പൊ റെഡിങ്ങിന് മാർക്ക് ചെയ്യണത്. y സ്ക്വയർ ഈക്വൽ ടു എക്സ് ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഭാഗത്തിന്റെ ഒരു ബൗണ്ടറി അല്ലേ? അല്ലേ? ഈ താഴത്തേക്ക് നോക്കിയേ, എക്സ് ഈക്വൽ ടു 1 താഴത്തേക്ക് വരയ്ക്കുന്നത്. ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന എക്സ് ഈക്വൽ ടു 1 അതിന്റെ ഒരു ബൗണ്ടറി അല്ലേ? അതാ ഉദ്ദേശിക്കണേ. എക്സ് ഈക്വൽ ടു 1 ബൗണ്ടറി ആയിരിക്കണം. ഇവിടുത്തെ ഒരു ബൗണ്ടറിയാണ് എക്സ് ഈക്വൽ ടു 4, ഒരു അതിർത്തിയാണ്. എക്സ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞത് ഒരു അതിർത്തിയാണ് അതിന്റെ. താഴെ എക്സ് ആക്സിസ് അതിന്റെ ഒരു അതിർത്തി ആയിരിക്കണം. ഈ എക്സ് ആക്സിസും ഒരു അതിർത്തി ആയിരിക്കണം. ഈ 4 അതിർത്തികൾക്ക് ഉള്ളിൽ വരുന്നതിന്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വേറെ ചോദിക്കാനുണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചോളണം കേട്ടോ. ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട, ധൈര്യമായിട്ട് ചോദിച്ചോളുക. ശരി, ഇവിടെ എക്സ് ആക്സിസ് ബൗണ്ടറി ആയതുകൊണ്ട് നമ്മുടെ ഏരിയയുടെ ഫോർമുല ഏരിയ ഈക്വൽ ടു, ഇനി ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ, ഞാൻ തൽക്കാലം ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ, എക്സ് ഈക്വൽ ടു എ ടു ബി വൈ ഡി എക്സ്. ഇതാണ് ഫോർമുല. എക്സ് ഈക്വൽ ടു എ ടു ബി വൈ ഡി എക്സ്. എക്സ് ആക്സിസ് ആണ് ബൗണ്ടറി എങ്കിൽ ലിമിറ്റ് എക്സിന്റെ ടൈമിലായിരിക്കണം, ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരിക്കണം. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഈ ഷെയ്ഡ് ചെയ്തേക്കണടുത്ത് ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയനകത്ത് എക്സ് എവിടെ മുതൽ എവിടം വരെ പോകണം നോക്കി. ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയൻ തുടങ്ങുന്നത് എക്സ് ഈക്വൽ ടു 1-ലല്ലേ? ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ തുടങ്ങുന്നത് എക്സ് ഈക്വൽ ടു 1-ലാണ്, തീരുന്നത് എക്സ് ഈക്വൽ ടു 4-ലുമാണ്. എക്സ് ഈക്വൽ ടു 1-ലും എക്സ് ഈക്വൽ ടു 4-ലും. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 മുതൽ 4 വരെ. വൈ ആ എക്സ് ആക്സിസിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന കേർവിൽ നിന്ന് കേട്ടോ, ഈ കേർവിൽ നിന്ന് എക്സ് ആക്സിസിന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന കേർവിൽ നിന്ന് വേണം വൈ കണ്ടുപിടിക്കാൻ. എന്ത് വരും ഇവിടുന്ന് വൈയുടെ വാല്യൂ? വൈ എത്രയാ നുസ്രിനെ? സാർ ഒന്നും കൂടെ ചോദിക്കോ? വൈ എത്രയാന്ന് ഞാൻ വേറെ ചോദിക്കില്ല. ഇവിടെ വൈ എത്രയാ പറയാമോ? പറഞ്ഞോ നോക്കാം നുസ്രിൻ. എന്താ സാർ? ഇവിടെ വൈക്ക് എന്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അതാണ് എനിക്ക് അറിയേണ്ടത്. വൈക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം?
റൂട്ട് എക്സ്. ആ y ഈക്വൽ ടു റൂട്ട് എക്സ്, അത്രേ ഉള്ളൂ. y ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. y ക്ക് പകരം റൂട്ട് എക്സ്. y എപ്പോഴും ഇൻ ടേംസ് ഓഫ് എക്സ് ആയിരിക്കും കേട്ടോ. y ഇൻ ടേംസ് ഓഫ് എക്സ് ആയിരിക്കും. x ആണെങ്കിൽ ഇൻ ടേംസ് ഓഫ് y ആയിരിക്കും. y ക്ക് പകരം റൂട്ട് എക്സ്. ആ y എക്സിന്റെ എക്സ് ആക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള കേർബിൽ നിന്നാണ് y കണ്ടുപിടിച്ചേ. y ഈക്വൽ ടു റൂട്ട് എക്സ് ഡി എക്സ്. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ x ഈക്വൽ ടു 1 to 4 റൂട്ട് എക്സിനെ x റേസ് ടു ഹാഫ് എന്നാക്കാലോ. x റേസ് ടു ഹാഫ് dx. എന്താണ് x റേസ് ടു ഹാഫിന്റെ ഇന്റഗ്രൽ ഐഷഹന? ഇന്റഗ്രൽ ഓഫ് x റേസ് ടു ഹാഫ് x raised to 3/2 by 3/2. x റേസ് ടു 3/2 by 3/2. അതിനെ ഞാൻ ഇൻറ്റു 2/3 എന്നാക്കിക്കോട്ടെ. ശരി. ലിമിറ്റ് 1 to 4. 1 to 4 ആണ് ലിമിറ്റ്. This is equal to 2/3 into 4 raised to 3/2 minus 1 raised to 3/2. This is equal to 2/3 into 4 raised to 3/2. എന്തുവരും 4 raised to 3/2? മുദാസറെ 8 അല്ല 8. 4ന്റെ റൂട്ടിന്റെ ക്യൂബ് ആണ് കേട്ടോ. 4 raised to 3/2 എന്ന് പറഞ്ഞാൽ 4 raised to 1/2ന്റെ ക്യൂബ്. 2 ക്യൂബ് 8 വരും. മൈനസ് 1 raised to എന്ത് വന്നാലും 1 ആണ്. 2/3 into 7. That is equal to 14/3 square unit. ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ യൂണിറ്റ് കേട്ടോ. 14/3 square unit. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ പറഞ്ഞതിനകത്ത്? ഇല്ല, ആർക്കൊന്നും അറിയാനില്ലാത്ത പക്ഷം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തോളൂ കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതും പരാബോളയാണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ. ഇതുപോലെ തന്നെ യാതൊരു വ്യത്യാസമില്ല കേട്ടോ. y² ഈക്വൽ ടു 9x, x ഈക്വൽ ടു 2 ഒരുപോലത്തെയാണ്. പക്ഷെ ഞാൻ തൽക്കാലം അത് ഒഴിവാക്കുന്നില്ല. ഒരുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ തന്നെ ചെയ്തേ. y² ഈക്വൽ ടു 9x, x ഈക്വൽ ടു 2ഉം x ഈക്വൽ ടു 4ഉം ആണ്. ആൻഡ് ദി എക്സ് ആക്സിസ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നും തന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ വരുള്ളൂ കേട്ടോ. പടം വരയ്ക്കുക. ആക്സിസ് y ആക്സിസ് നിങ്ങൾ ചെയ്തോളൂ വളരെ. y² ഈക്വൽ ടു 9x പിന്നെ അഭിനെ സഹായിക്കും. y² ഈക്വൽ ടു 9x എങ്ങനെയാ പിന്നെ? y ആക്സിസിന്റെ റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് ഏതിന് സിമെട്രിക് ആയിരിക്കും? ഏതിന് സിമെട്രിക് ആയിരിക്കും? എക്സ് ആക്സിസിന്. പോസിറ്റീവ് എക്സ് ആക്സിസിനാണോ നെഗറ്റീവിനാണോ? അത്ര പറഞ്ഞാൽ ക്ലിയറാ. പോസിറ്റീവ് എക്സ് ആക്സിസിന്. ശരി, പോസിറ്റീവ് എക്സ് ആക്സിസിന് സിമെട്രിക്. കഴിഞ്ഞ പടം പോലെ തന്നെ പോസിറ്റീവ് എക്സ് ആൻഡ് സിമെട്രിക്. x ഈക്വൽ ടു 2 പാരലൽ ടു y ആക്സിസ്. x ഈക്വൽ ടു 2ഉം x ഈക്വൽ ടു 4ഉം. x ഈക്വൽ ടു 2, x ഈക്വൽ ടു 4.
കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ ഒരു മാറ്റവും y സ്ക്വയർ ഈക്വൽ ടു 9x ആണ്. ഏരിയ ഈക്വൽ ടു ഇവിടെ x ആക്സിസ് ആണ് കേട്ടോ. ഇന്റഗ്രൽ x ഈക്വൽ ടു a to b y dx. ആ ഫോർമുല എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കേട്ടോ. പറഞ്ഞേ, എനിക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു തന്നെ. നസ്ന ഇന്റഗ്രൽ 2 to 4 ഓക്കെ 2 to 4 root 9x ഓക്കെ dx. ഓക്കെ ഗുഡ്. അപ്പോൾ ഈ റൂട്ട് 9 3 പുറത്തേക്ക് മാറ്റാം കേട്ടോ. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 അല്ലേ നസ്ന? അത് ഞാൻ പുറത്തേക്ക് മാറ്റി. പിന്നെ ബാക്കി റൂട്ട് എക്സ് ഉണ്ട്. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ x raised to half. ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. ത്രീ ഇൻറ്റു x raised to 3/2 by 3/2 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2/3 2 to 4. ഇവിടുത്തെ 3യും 3യും കട്ടായി പോകും. 2 അപ്പർ ലിമിറ്റ് 4 raised to 3/2 മൈനസ് ലോവർ ലിമിറ്റ് 2 raised to 3/2. എന്ത് വരും? അപ്പർ ലിമിറ്റ് 4 raised to 3/2 അന്ന 4 raised to 3/2 എത്ര അന്ന? 4 raised to 3/2 എന്ന് പറഞ്ഞാൽ 4 raised to ഹാഫിന്റെ ക്യൂബ്. ഞാൻ പറയാം 2 ബ്രാക്കറ്റില് 4 raised to 1/2 എഴുതി നോക്കാം. 4 raised to 1/2 raised to 3. അപ്പൊ എത്രയാത്? 2 cube 2 ക്യൂബ് എത്രയാ? 8. ചുമ്മാ ആലോചിക്കേണ്ട, എഴുതി പറയാന്നേ. മൈനസ് 2 raised to 3/2 ആകുമ്പോഴോ? അതും പറഞ്ഞേ 2 raised to 3/2. 2 root 2 ഓക്കെ 2 root മൾട്ടിപ്ലൈ ചെയ്തേക്കാം. 16 മൈനസ് 4 root 2 അത് അങ്ങനെ കിടക്കുള്ളൂ കേട്ടോ. സ്ക്വയർ യൂണിറ്റ് 16 മൈനസ് 4 root 2 സ്ക്വയർ യൂണിറ്റ്. 16 minus 4 root 2 square unit. അഫിമോളെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പെട്ടെന്ന് പറഞ്ഞോ. നമ്മളെ കേൾക്കാൻ പാടില്ല, മൈക്കോണല്ല. 8നെ 4 root 2 ആക്കി ചെയ്തു. 8ന് പകരം 4 root 2 അല്ല സാർ ഒന്നുമില്ല. അല്ല, ഫൈനൽ ആൻസറിൽ ചെറിയ മിസ്റ്റേക്ക് വന്നു, അതുകൊണ്ട്. ഇപ്പൊ ശരിയായോ? ഇപ്പൊ ശരി. ശരി, ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്യുക കേട്ടോ. ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ x square equal to 4y, y equal to 2, y equal to 4 and y axis in the first quadrant. x square equal to 4y അതെങ്ങനെ വരയ്ക്കും? അതിന്റെ സാമൂല് x square equal to 4y വരയ്ക്കണേ.
എക്സിന് മേളിലേക്ക്, അതായത് എടാ ഏത് ആക്സിസിന് സിമെട്രി എന്ന് പറഞ്ഞാൽ യു പോലെ ഏത് ആക്സിസിന് സിമെട്രിക് ആയിട്ടെന്ന് പറഞ്ഞാൽ ഇനി അത് നമുക്ക് എപ്പോഴും പറയാൻ എളുപ്പം കേട്ടോ. ഇപ്പൊ എക്സ് ആക്സിസിന് സിമെട്രിക്, പോസിറ്റീവ് എക്സ് ആക്സിസിന് സിമെട്രിക്, അല്ലെങ്കിൽ പോസിറ്റീവ് വൈ ആക്സിസിന് സിമെട്രിക്. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി. ഇവിടെ ഏതിനോടാ വരയ്ക്കണ്ടേ? എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ട്. എക്സ് ആക്സിസിന് സിമെട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുകളിൽ വരച്ച പോലെ ഇരിക്കും കേട്ടോ. ഇതാണോ, ഇതുപോലെയാണോ വരയ്ക്കേണ്ടത്? പോസിറ്റീവ് വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ട്. പോസിറ്റീവ് വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ട് മുകളിലേക്ക് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. y ഈക്വൽ ടു 2, സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്, 2 കടന്നു പോകും. y ഈക്വൽ ടു 2, y ഈക്വൽ ടു 4, y ഈക്വൽ ടു 2, y ഈക്വൽ ടു 4. y ഈക്വൽ ടു 2, y ഈക്വൽ ടു 4, y ആക്സിസ് y ഈക്വൽ ടു 2 ഉണ്ടോ? ഒരു ബൗണ്ടറി എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y കർവ്, ഈ കർവ് ഒരു ബൗണ്ടറി. y ഈക്വൽ ടു 2 ഒരു ബൗണ്ടറി, y ഈക്വൽ ടു 4 ബൗണ്ടറി, y ആക്സിസ് ബൗണ്ടറി. ഇത് വരും കേട്ടോ. ഇതാണ് നമ്മുടെ റീജിയൻ. ഇവിടെ y ആക്സിസ് ആണ് കേട്ടോ, എക്സ് ആക്സിസ് അല്ല. y ആക്സിസ് ആണ് നമുക്ക് ബൗണ്ടറി ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഷെയ്ഡഡ് റീജിയന്റെ ബൗണ്ടറി y ആക്സിസ് ആണ്. ഇപ്പൊ എങ്ങനെ വരും ഫാത്തിമ ഇസ്മായിലെ? ഫോർമുല എന്താ? ഏരിയ ഈക്വൽ ടു y ഇന്റഗ്രൽ y ഈക്വൽ ടു a to b x dx. x dx അല്ലാന്നേ, dy. y ആക്സിസ് ആകുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ആകുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു y യുടെ ലിമിറ്റ് x dy, x dy. ഇന്റഗ്രൽ പറഞ്ഞ ഫാത്തിമ, y എവിടെ മുതൽ എവിടെ വരെയാ മാറുന്നത്? ആ ഷെയ്ഡ് ചെയ്തേക്കണതിന്റെ ബൗണ്ടറി 2 to 4. y ഈക്വൽ ടു 2 to 4. x എത്ര കിട്ടും? ഈ y ആക്സിസിന്റെ ഓപ്പോസിറ്റ് ഉള്ള കേട്ടോ, y ആക്സിസ് ഇതാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ഇവിടുന്ന് x, ഇവിടുന്ന് x എത്ര കിട്ടും? 2 root y. 2 root y dy. 2 പുറത്തെടുക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആകുമ്പോൾ പരാബോള മാറും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആകുമ്പോൾ പരാബോള മാറിക്കോളും. എല്ലാം പരാബോള ആണല്ലോ എന്ന് വിചാരിക്കണ്ട. പരാബോള കേട്ടോ നമുക്ക് എളുപ്പം. ബാക്കിയുള്ളവരാൻ വെച്ചിട്ട് നമ്മുടെ കഷ്ടപ്പാട് കൂടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ഇന്റഗ്രേഷൻ കഴിയും. 2 കോൺസ്റ്റന്റ് റൂട്ട് വൈയുടെ ആകുമ്പോൾ y റേസ് ടു ഹാഫിന്റെ y റേസ് ടു 3/2 by 3/2 into 2/3, 2 to 4, 4/3. upper limit 4 raised to 3/2 minus lower limit 2 raised to 3/2. 4/3 into 4 raised to 3/2. എന്തൊരു ഷഹന? 4 raised to 3/2. ഈ 4 raised to 3/2 അല്ലെ എല്ലാത്തിലും? 4 raised to 3/2. 8 minus 2 root 2. ശരി. Whole divided by 3. ഈ വേണമെങ്കിൽ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 32. 4 into 8 32 minus 8 root 2 square unit. 32 minus 8 root 2 by 3 square unit. പഠിച്ചാ? ശക്തി പോരല്ലോ. ശരി.
Question number 4. Find the area of the region bounded by the ellipse. അത്രേ ഉള്ളൂ കേട്ടോ. ആ എലിപ്സിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. Find the area of the region bounded by the ellipse. X square by 16. Find the area of the region bounded by the ellipse. X square by 16 plus y square by 9 equal to 1. Find the area of the region bounded by the ellipse. X square by 16 plus y square by 9 equal to 1. നമുക്ക് ആദ്യം പടം വരയ്ക്കാം. X axis, y axis. X square by 16, y square by 9. X square by 16, y square by 9. എങ്ങനെ വരും എന്റെ ഷേപ്പ്? ഷേപ്പ് എന്ന് പറഞ്ഞാൽ നീ മേജർ ആക്സിസ് ഏതായിരിക്കും? അതായത് ഇങ്ങനെ കിടത്തി നിർത്തുന്ന ഷേപ്പാണോ കുത്തി നിർത്തിയേക്കുന്ന ഷേപ്പാണോ എന്ന് അറിയണ്ട കേട്ടോ. അതനുസരിച്ച് ഫിഗർ വരയ്ക്കാൻ വേണ്ടിട്ടാ. മേജർ ആക്സിസ് ഏതാണ് അനക? സർ എക്സ്. ആ, എക്സിന്റെ താഴെയല്ലേ വലുത് വന്നേക്കണത്? എക്സിന്റെ താഴെയാണ് 16 വന്നേക്കണത്. വൈയുടെ താഴെ ചെറുതാണ് കേട്ടോ. എക്സിന്റെ താഴെയാണ് വലിയ ക്വാണ്ടിറ്റി, വൈയുടെ താഴെ ചെറിയ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ കിടത്തിയിട്ടേക്കുന്ന ഷേപ്പ് ആയിരിക്കും. X square by 16 അങ്ങനെയെങ്കിൽ ഈ ആക്സിസിനെ ടച്ച് ചെയ്തേക്കണ പോയിന്റ്സ് ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ പിള്ളേരെ. ഈ പോയിന്റ് ഏതാണെന്ന് പറഞ്ഞു. ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന പോയിന്റുകൾ എനിക്കൊന്ന് പറഞ്ഞു തന്നെ. ഏതാ ഇഹ്സാനെ? ഇഹ്സാൻ ഈ പോയിന്റ് പോസിറ്റീവ് എക്സ് ആക്സിലെ പോയിന്റ്, നെഗറ്റീവ് എക്സ് ആക്സിലെ പോയിന്റും. സാർ അത് 4 എക്സ് ആക്സിലെ 40. നെഗറ്റീവ് എക്സ് ആക്സിസിലോ -40. പോസിറ്റീവ് വൈ ആക്സിസിലോ 0 3. നെഗറ്റീവ് വൈ ആക്സിസില് 0 -3. ശരി, 0 - അത്ര കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദി ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി എലിപ്സ് ആണ് കേട്ടോ. അതായത് ഈ എലിപ്സിന്റെ അകം മുഴുവൻ ഷെയ്ഡ് ചെയ്യണം. മുഴുവൻ ഷെയ്ഡ് ചെയ്യേണ്ട കേട്ടോ. എലിപ്സിന്റെ അകം മുഴുവൻ ഉള്ള ഏരിയ ആണ് നമുക്ക് വേണ്ടത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്വാഡ്രന്റിൽ ഷെയ്ഡ് ചെയ്യും. ആ എലിപ്സിന്റെ അകത്തുള്ള മുഴുവൻ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചേക്കണത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു ക്വാഡ്രന്റിലെ കണ്ടുപിടിച്ചിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? പറഞ്ഞു മനസ്സിലായോ? ഒരു ക്വാഡ്രന്റിലെ കണ്ടുപിടിച്ചിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ. എപ്പോഴും നമുക്ക് ചെറുത് കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലൈ ആണ് എളുപ്പം കേട്ടോ. ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം ഷെയ്ഡ് ചെയ്തേരെ. ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം ഷെയ്ഡ് ചെയ്യുക. ഏരിയ ഈക്വൽ ടു 4 into area of the shaded region. Area of the shaded region. Clear അല്ലേ? ശ്രദ്ധിക്കുക ടോക്കളെ, ശ്രദ്ധിക്കുക. നമുക്ക് മൊത്തം എലിപ്സിന്റെ ഏരിയ കാണണം. മൊത്തം എലിപ്സിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ക്വാഡ്രന്റിലെ ഏരിയ കണ്ടിട്ട് നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എലിപ്സും സർക്കിളൊക്കെ വന്ന് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇവിടെ ഏത് ആക്സിസ് ആണ് നമ്മുടെ ഷെയ്ഡ് ചെയ്തേക്കണതിന്റെ ബൗണ്ടറി ആയിട്ട് വന്നേക്കണത്? ഏത് ആക്സിസാ സ്വപ്ന? എന്തോ? രണ്ടും ഉണ്ട്. എക്സ് ആക്സിസും ബൗണ്ടറി ആണ്, വൈ ആക്സിസും ബൗണ്ടറി ആണ് കേട്ടോ. എക്സ് ആക്സിസും വൈ ആക്സിസും രണ്ടുപേരും ഇവിടെ ബൗണ്ടറി ആണ്. എക്സ് ആക്സിസ് ബൗണ്ടറി ആണ്, അതുപോലെ വൈ ആക്സിസും ബൗണ്ടറി ആണ്. രണ്ട് ആക്സിസും ബൗണ്ടറി ആണ്. ഇവിടെ എലിപ്സും അല്ലെ, രണ്ട് ആക്സിസും ഇവിടെ ബൗണ്ടറി ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാൻ എക്സ് ആക്സിസ് ബൗണ്ടറി എന്നുള്ള രീതിയിൽ എടുക്കുന്നു. വൈ ആക്സിസ് എന്നുള്ളവർക്ക് അത് എടുക്കാം കേട്ടോ. എങ്ങനെ ചെയ്താലും സെയിം ആൻസർ കിട്ടും. ഒരെണ്ണം ചെയ്യാം, മറ്റേ ഞാൻ എഴുതി കാണിച്ചു തരാം. മുഴുവൻ ചെയ്യില്ല കേട്ടോ, മറ്റേത് മുഴുവൻ ചെയ്യില്ല.
അപ്പൊ തൽക്കാലം ഞാനിവിടെ എക്സ് ആക്സിസ് ബൗണ്ടറി ആണെന്നുള്ള രീതിയിൽ എടുത്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എക്സ് ആക്സിസ് ബൗണ്ടറി ആണെന്നുള്ള രീതിയിൽ എടുത്ത് ചെയ്യാൻ പോകണം. അപ്പൊ ഫോർമുല ഒന്ന് പറഞ്ഞു തന്നെ സ്വാലിഹ. 4 into integral a to b x equal to a to b y dx. y dx. ശരി. അപ്പോൾ 4 into ഇന്റഗ്രൽ a എത്രയാണ്, b എത്രയാണ്? a4 b3. a4 b3 അല്ല. 0 എഴുതാൻ ധൃതി പിടിക്കണമെന്നില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രം എഴുതിപ്പോയാൽ മതി കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രം എഴുതിപ്പോയാൽ മതി. ഏത് രണ്ട് ലൈൻ്റെ ഇടയ്ക്കാന്ന് അറിയേണ്ടത്? എക്സ് ഈക്വൽ ടു നമ്മൾ ഷെയ്ഡ് ചെയ്തേക്കണ റീജിയൻ എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ചെയ്തേക്കണ റീജിയൻ ഞാൻ റെഡിയും കൊണ്ട് വരയ്ക്കാം. ഷെയ്ഡ് ചെയ്തേക്കണ റീജിയന്റെ ഒന്ന് ഈ ലൈനാണ് അല്ലെ, ഒരു ബൗണ്ടറി ലൈനല്ല. ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന ലൈനിൽ ഒരു ബൗണ്ടറി കണ്ടോ നിങ്ങള്? ഇതാണ് താഴത്തെ ബൗണ്ടറി. ഇപ്പൊ വരച്ചിരിക്കുന്നതാണ് താഴത്തെ ബൗണ്ടറി. മുകളിലത്തെ ബൗണ്ടറി നമ്മുടെ റീജിയൻ മുകളിലത്തെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ വരയ്ക്കുന്ന ഈ ലൈനാണ് കേട്ടോ. ഇതാണ് മുകളിലത്തെ ബൗണ്ടറി. ഈ രണ്ട് ലൈനിന്റെ ഇടയ്ക്കല്ലേ സ്വാലിഹ? സോറി എക്സ് ഈക്വൽ ടു അല്ലായിരുന്നോ? എക്സ് ഈക്വൽ ടു ഞാൻ വരച്ചത് മാറിപ്പോയി. ഇപ്പൊ വരച്ചത് അതിന്റെ ആയിരുന്നോ? വയ്യാ വരച്ചത്, വയ്യാട്ടോ വരച്ചത് മാറിപ്പോയി. സാലിഹ സമ്മതിച്ചായിരുന്നു. പക്ഷെ വരച്ചത് മാറിപ്പോയി. സാലിഹ ഒക്കെ വെച്ചായിരുന്നു. എക്സ് ഈക്വൽ ടു ഇതാട്ടോ മക്കളെ, ഞാൻ പറഞ്ഞ മാറിപ്പോയി. എക്സ് ഈ ലൈൻ ഇതാണ് എക്സ് ഈക്വൽ ടു 0 വൈ ആക്സിസ്. എക്സ് ഈക്വൽ ടു 0 അഥവാ വൈ ആക്സിസ്. ശരിയല്ലേ? ഈ ലൈനിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 0. ആ എക്സ് ഈക്വൽ ടു 0ക്കും ഇവിടെ അടുത്ത ബൗണ്ടറി എന്ന് പറഞ്ഞ ഇതാണ് തീരണത്. എക്സ് ഈക്വൽ ടു 0ക്കും എക്സ് ഈക്വൽ ടു 4നും എക്സ് ഈക്വൽ ടു 0ക്കും എക്സ് ഈക്വൽ ടു 4നും ഇടയ്ക്കല്ലേ നോക്കി നമ്മുടെ റീജിയൻ വന്നിരിക്കുന്ന രണ്ട് ലൈനാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു 4ഉം. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 മുതൽ 4 വരെയാണ്. എക്സ് ഈക്വൽ ടു 0 to 4. വൈ എവിടെ നിന്ന് കണ്ടുപിടിക്കണം സ്വാലിഹ? വൈ നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിക്കും? ഇപ്പൊ ഏത് ആക്സിസ് വെച്ചാ സ്വാലിഹ നമ്മൾ ചെയ്യണത്? y ആക്സിസ് അല്ലല്ല എക്സ് ആക്സിസ് വെച്ച് ഇപ്പൊ ചെയ്യണേ. y ആക്സിസ് വെച്ചല്ലേ? അതല്ല, തീരട്ടെ. എക്സ് ആക്സിസ് വെച്ചല്ലേ നമ്മൾ ചെയ്യണത്. എക്സ് ആക്സിസ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഈ എക്സ് ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആ പോർഷൻ കേട്ടോ. നമ്മൾ ആ കൺസിഡർ ചെയ്തിരിക്കുന്ന ആ പോർഷന്റെ മുകളിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ഇതിൽ നമ്മുടെ ആക്സിസ് ഇതിന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന കർവ് ഉണ്ടോ? അതിന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന കർവില്ലേ? ഈ കർവിൽ നിന്നാണ് നമുക്ക് വൈ എടുക്കേണ്ടത്. അത് ആ കർവിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. അത് നമ്മുടെ എലിപ്സ് അല്ലേ? ഈ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന എക്സ് ആക്സിസ്, ഈ എക്സ് ആക്സിസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്ന നേരെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന കർവ് അത് നമ്മുടെ എലിപ്സ് ആണ്. അവിടെ നിന്ന് വേണം നമുക്ക് വൈ കണ്ടുപിടിക്കാനായിട്ട്. അതായത് എലിപ്സിന്റെ ഇക്വേഷൻ x² + y² 9 = 1 ആണ്. ഇതിനകത്ത് y² 9 = 1 - x² 16 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ y² 9 = 16 - x² 16 എന്ന് വരും. ഈ 9 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ y² = 9 താഴത്തെ 16 കേട്ടോ into 16 - x² എന്നാവും. y റൂട്ട് കാണണം. y = 3/4. y = 3/4 √of 4² - x² എന്ന് വരും. y = 3/4 √of 4² - x². ഇതാണ് y യുടെ വാല്യൂ. 3/4 √of 4² -
x square dx. എഴുതിക്കൊള്ളുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഫിഗറിൽ വേണ്ട കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. ഫിഗറിൽ വേണ്ട കാര്യങ്ങൾ മാർക്ക് ചെയ്തോളണം. എന്നിട്ട് ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കിത് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തോളണം കേട്ടോ. പിന്നീട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ട കാര്യങ്ങൾ ഒക്കെ നിങ്ങളെ സൈഡിൽ കൂടെ മാർക്ക് ചെയ്ത് വെച്ചോളണം. അല്ലെങ്കിൽ കുറച്ച് ആകപ്പാടെ കൺഫ്യൂഷൻ ആവും. നിങ്ങൾക്ക് ക്ലിയർ ആവാനുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ എക്സ് ആക്സസ് എടുത്താൽ ആ എക്സ് ആക്സസിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഏതാ കർവ് നോക്കുക. ആ കർവിൽ നിന്ന് വേണം വൈ എടുക്കാനായിട്ട്. ഇപ്പൊ വൈ ആക്സിസ് എടുക്കണമെങ്കിൽ ആ വൈ ആക്സിസിന്റെ ഓപ്പോസിറ്റിൽ കർവ് നോക്കുക. അതിൽ നിന്ന് വേണം എക്സ് എടുക്കാനായിട്ട്. പയ്യെ ചെയ്താൽ മതി, ധൃതിയൊന്നും പിടിക്കണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഏത് ആക്സിസ് എടുക്കുന്നോ അതിന്റെ ഓപ്പോസിറ്റ്, ആ ആക്സിസിൽ നിന്ന് ഒരു അരമാർക്ക് നേരെ മുകളിലേക്ക് വരച്ചു വിട്ടാൽ മതി. അല്ലെങ്കിൽ വൈ ആക്സിസ് ആണ് സൈഡിലേക്ക് വരച്ചു കൊടുക്കുക. ആ നേരെ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ആ ആക്സിസിന്റെ നേരെ ഓപ്പോസിറ്റ് ഒന്നേക്കടെ കർവ് ഏതാണ്, ആ ടച്ച് ചെയ്യണ കർവ് ഏതാണ്, അതിൽ നിന്ന് വേണം വൈ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ എക്സ് എടുക്കാനായിട്ട്. എത്തിയ പിള്ളേരെ? ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പുതിയ ഫോർമുല കേട്ടോ. 3/4 പുറത്തേക്ക് മാറ്റിയരെ. 4 കട്ടായി പൊക്കോളും. 4 കട്ടായി പോയിട്ട് 3 പുറത്ത് വരും. ഇന്റഗ്രൽ 0 to 4 √4² - x² dx. That is 3 into പുതിയ ഫോർമുല √4² - x². ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞു തന്നെ പുതിയ ഫോർമുലക്കകത്ത് അഫിമോളെ. x/2 ഈ ക്വസ്റ്റ്യൻ തന്നെ. ആ √4² - x². ശരി, x/2 ഇൻറ്റു ക്വസ്റ്റ്യൻ തന്നെ പ്ലസ് 4²/2 sin inverse x/4. ഓക്കെ, 0 to 4. 0 to 4. ഓക്കെ 0 to 4. x/2 √a² - x². x/2 √a² - x² പ്ലസ് a²/2 sin inverse x/a. നമുക്ക് ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് 3 ഇൻറ്റു അപ്പർ ലിമിറ്റ് എക്സിന് 4 ആണ് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞു എക്സിന് 4 കൊടുത്തേ. അഭിന എക്സിന് 4 കൊടുത്തേ അഭിന. 2 into √4² minus 16. എത്രയാ? 0 അല്ലേ? 4² - 4² 0. പ്ലസ് 4²/2 8 sin inverse 1 അപ്പർ ലിമിറ്റ് ആയി. മൈനസ് ലോവർ ലിമിറ്റ് 3 into 0. ഇത് 3 വേണ്ട, 3 കോമൺ ആയിട്ട് പുറത്താ. 3 കോമൺ ആയിട്ട് പുറത്താ. 0 എല്ലാം ആദ്യത്തെ ടൈം 0 ആയി പോലെ. എക്സിന് 0 എന്ന് എടുക്കുമ്പോൾ 0 ഇൻറ്റു 4² - x², അത് 0 പ്ലസ് രണ്ടാമത്തെ 0 ആയ പോലെ നമുക്ക് എഴുതിട്ട് കൊടുക്കാം. 8 sin inverse 0. ശരി ശരി. അപ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു 0 0 ആയി പോയി. 8 ഇൻറ്റു sin inverse 1. എന്താണ് sin inverse 1? ഐഷഹന, sin inverse 1. സൈൻ എപ്പോഴാ 1 ആവണത്? ഏത് ആംഗിളിലാ സൈൻ 1 ആവണത്? 90. Sin inverse 1 equal to 90 pi/2 minus 8
സൈൻ ഇൻവേഴ്സ് 0, സൈൻ 0 0 കേട്ടോ. സൈൻ ഇൻവേഴ്സ് 0 0. ഇങ്ങോട്ട് 24 2 പോയി കഴിഞ്ഞാൽ 12. 12 പൈ സ്ക്വയർ യൂണിറ്റ്. 12 പൈ സ്ക്വയർ യൂണിറ്റ്. 12 പൈ സ്ക്വയർ യൂണിറ്റ്. ഒരു സെക്കൻഡ് വേണം. ഓക്കെ ആണോ? ഇനി യെസ് പറട്ടെ. സാർ ആ ഇക്വേഷൻ എഴുതിയതൊന്ന് പറഞ്ഞുതരാമോ? നെറ്റ് കട്ടായി പോയായിരുന്നു. ഏത് ഇക്വേഷനാ ചോദിക്കണ? സൈൻ ഇൻവേഴ്സ് ഒക്കെ വന്നത് എങ്ങനെയാ? അതൊരു ഫോർമുല. ആ ഫോർമുല അതുണ്ടല്ലോ, അതൊരു സ്റ്റാൻഡേർഡ് ഫോർമുല. ശരി ശരി, അതെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ് അനക. നമ്മൾ ഇന്ന് ആദ്യം എഴുതിയായിരുന്നു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫോർമുലയാണത് കേട്ടോ. ഒരു സെക്കൻഡ് മക്കളെ. ഓക്കെ അനക, ആ ഫോർമുലക്കകത്ത് ഡയറക്റ്റ് കൊടുത്തേക്കണമെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അനക പോയോ? ഓക്കെ സാർ, ഇപ്പൊ വീണ്ടും നെറ്റ് കട്ടായിരുന്നു. ഓക്കെ ശരി ശരി ശരി. ഇനിയുള്ള മക്കളെ ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, ചെയ്യുന്നില്ല. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വൈയും ബൗണ്ടറി ആലോ. വൈ ബൗണ്ടറി ആയതുകൊണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വൈ ആക്സിസ് വെച്ചാണെങ്കിൽ വൈ ബൗണ്ടറി ആയിട്ട് എടുത്താൽ ഇത് എങ്ങനെ എഴുതാൻ പറയാമോ? വൈ ബൗണ്ടറി ആയിട്ട് എടുത്താൽ എങ്ങനെ വരും? ആര് പറയും? ആരുടെ പോലല്ലോ ഇത് പറഞ്ഞേ ആലിയ. ചെയ്യുന്നില്ല കേട്ടോ, ചുമ്മാ നമുക്ക് ലിമിറ്റ് മാത്രം കൊടുത്തിട്ട് നിർത്താം. ലിമിറ്റ് മാത്രം കൊടുത്ത് എങ്ങനെയാന്ന് കാണിച്ചു തരാന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് പറയാമോ ആലിയ ഇത്? Integral of y is equal to 0 to 3 integral y equal to 0 to 3 0 to 3 x dy. x dy. y equal to 0 to 3. y equal to 0 to 3. y equal to 0 to 3. ഇതാണോ നമ്മൾ ഷെയ്ഡ് ചെയ്തേക്കുന്നത്? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് y equal to 0 എന്ന് പറഞ്ഞാൽ x ആക്സിസ്. y equal to 0 x ആക്സിസ്. ഈ y equal to 0, y equal to 0ക്കും ഇവിടെ മുകളിൽ 3 അല്ലായിരുന്നോ? y equal to 3ക്കുമാണ്. y equal to 0ക്കും y equal to 3ക്കും ഇടയ്ക്കാണ് ചെയ്തേക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ y ആക്സിസ് ആണ് എടുത്തേക്കണേ ബൗണ്ടറി ആയിട്ട്. അപ്പൊ ഈ y ആക്സിസിന്റെ ഓപ്പോസിറ്റ് വരുന്ന കർവ്, y ആക്സിസിന്റെ ഓപ്പോസിറ്റ് വരുന്ന കർവ് എന്ന് പറഞ്ഞാലും ആ എലിപ്സ് തന്നെയാണ് കേട്ടോ. എലിപ്സിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. ഇവിടെ നമ്മൾ ഏത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 16 ഈക്വൽ ടു 1 മൈനസ് വൈ സ്ക്വയർ ബൈ 9 എന്ന് വരും. കണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇവിടുന്ന് 9 മൈനസ് വൈ സ്ക്വയർ ബൈ 9 ആവും. എക്സ് സ്ക്വയർ ബൈ 16. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 16 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 16 ബൈ 9 ഇൻറ്റു 9 മൈനസ് വൈ സ്ക്വയർ ആവും. അപ്പോൾ എക്സ് ഈക്വൽ ടു 4/3 ഇൻറ്റു റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് വരും. 4/3 ഇൻറ്റു റൂട്ട് ഓഫ് 4/3 ഇൻറ്റു റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ dy. y ഈക്വൽ ടു 0 to 3. സെയിം ആൻസർ തന്നെ കിട്ടും കേട്ടോ, സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ ആണോ? സലാഹുദ്ദീനെ ഇതിൽ ചോദിക്കാനുണ്ടോ? ഇല്ല സർ. ഇല്ല. ശരി, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ
5. Find the area of the region bounded by the ellipse ആണ് മക്കളെ. 5 ഞാൻ തൽക്കാലം ഒഴിവാക്കുവാണ് കേട്ടോ. 5 ഒഴിവാക്കട്ടെ. സെയിം ആണ്, എലിപ്സ് തന്നെയാണ് കേട്ടോ. എലിപ്സ് തന്നെയാണ് വന്നേക്കണേ. ഷേപ്പ് മാറുന്നുള്ളൂ. ഇപ്പൊ എന്താ പറഞ്ഞത്? ആ വൈ ആക്സിസ് മേജർ ആക്സിസ് ആയിട്ടുള്ള എലിപ്സോ വേറെ യാതൊരു വ്യത്യാസവും ഇല്ല. വൈ ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സ് ആയിട്ട് മാറും. വേറെ യാതൊരു വ്യത്യാസവും അതിനകത്തില്ല. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 വരാം. അത് ഇച്ചിരി നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. Question number 6. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Find the area of the region in the first quadrant. Area of the region in the first quadrant enclosed by x-axis line x equal to root 3y. X-axis line x equal to root 3y and the circle x square plus y square equal to 4. ഇത്ര സാധനം എൻക്ലോസ് ചെയ്യുന്ന ഏരിയ. Find the area of the region in the first quadrant. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. Find the area of the region in the first quadrant enclosed by x-axis line x equal to root 3y and the circle x square plus y square equal to 4. ആദ്യം ഫിഗർ വരയ്ക്കാം. സർക്കിൾ x square plus y square equal to 4. സെന്റർ ഒറിജിൻ ആയിട്ടും റേഡിയസ് 2 ആയിട്ടും വരുന്ന സർക്കിള്. നല്ല സർക്കിൾ വരച്ചു കേട്ടോ. നല്ല സർക്കിൾ നോക്കണ്ട. സെന്റർ ഒറിജിൻ റേഡിയസ് 2 ആണ് കേട്ടോ. സെന്റർ ഒറിജിനും റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിൾ അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ സർക്കിള് ആക്സിസിന് മുട്ടുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞു തന്നെ. ഇത് ഏത് പോയിന്റ് ആയിരിക്കും? പെട്ടെന്ന് പറ. ഏത് പോയിന്റാ ഫാത്തിമ? 0 2 2 0. എക്സ് ആക്സിസിലുള്ളതാണ് 20. 20. വൈ ആക്സിസില് 02. ശരി. സർക്കിൾ വരച്ചു. നമുക്ക് ലൈൻ വരയ്ക്കണം കേട്ടോ. എക്സ് ഈക്വൽ ടു റൂട്ട് 3y വരയ്ക്കണം. എക്സ് ഈക്വൽ ടു റൂട്ട് 3y ഒരു ലൈൻ ആണ്. ലൈൻ വരയ്ക്കാൻ വേണ്ടി 2 പോയിന്റ് എടുത്ത് വരയ്ക്കാം. എക്സ് വൈ. എക്സ് ഈക്വൽ ടു റൂട്ട് 3y വരയ്ക്കാൻ എളുപ്പത്തിലുള്ള 2 പോയിന്റ്സ് എന്ന് പറഞ്ഞു തന്നെ അഭിരാമി. y equal to 1. y equal to 1 കൊടുത്താൽ x എത്ര വരും? root 3. y equal to 1 കൊടുത്താൽ x root 3 ആവും. ശരി. വേറെ അഭിരാമി? y equal to 0. y equal to 0 കൊടുത്താൽ x 0. അപ്പൊ 0 ഒറിജിനിൽ കൂടെ കടന്നു പോകും. y 1 ആകുമ്പോൾ x root 3 കേട്ടോ. x root 3 എന്ന് പറഞ്ഞാൽ ഈ റൂട്ട് 3 എന്ന് പറഞ്ഞാൽ 2 താഴെയല്ലേ മക്കളെ? അത് ശ്രദ്ധിക്കണം കേട്ടോ. ഫിഗർ വരയ്ക്കുമ്പോൾ തീർത്തും റഫ് ആവരുത് കേട്ടോ. തീർത്തും റഫായി പോവരുത്. ഇത് വാല്യൂ എക്സിന്റെ വാല്യൂ റൂട്ട് 3 എന്ന് പറഞ്ഞാൽ 2 താഴെ 1.7 ഒക്കെ വരും. ഞാൻ തൽക്കാലം ഇവിടെ മാർക്ക് ചെയ്യുന്നു കേട്ടോ. റൂട്ട് 3 1 ഇച്ചിരി മുകളിലും 1 മുകളിൽ വരും. നമ്മൾ വരച്ചേക്കണതിന്റെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. സർക്കിളിലാണോ എന്ന് അറിയില്ല. നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അപ്പോൾ ഇവിടെയാണ് ആ പോയിന്റ്. ഞാൻ ഏകദേശം ചിലപ്പോൾ അവിടെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. കൃത്യമായിട്ട് വരച്ചാലേ അത് കിട്ടുള്ളൂ. ഏകദേശം ലൈൻ ഇങ്ങനെയാണ് പോണേന്ന് വരയ്ക്കുന്നു. ഇതാണ് കേട്ടോ ലൈൻ വരച്ചിരിക്കുന്നു. എക്സ് ഈക്വൽ ടു റൂട്ട് 3y. എക്സ് ഈക്വൽ ടു റൂട്ട് 3y. നമുക്ക് ഏതൊക്കെയാ കണ്ടുപിടിക്കേണ്ട റീജിയൻ ഏതിന്റെ ഇടയ്ക്കായിരിക്കണം? ഒന്ന് ഈ ലൈൻ ആയിരിക്കണം ബൗണ്ടറി.
ഒരു ബൗണ്ടറി ഈ ലൈൻ ആയിരിക്കണം. ഒരു ബൗണ്ടറി ഈ ലൈൻ കേട്ടോ. ഈ ലൈൻ ഒരു ബൗണ്ടറി. പിന്നെ എക്സ് ആക്സിസ് വേറെ ബൗണ്ടറി. ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കണം. അടുത്ത ബൗണ്ടറി സർക്കിളുമാണ് കേട്ടോ. ഈ സർക്കിളുമാണ് ബൗണ്ടറി. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഭാഗം ഇങ്ങനെ ഒരു ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് വെച്ചായിട്ട് നമുക്ക് ഇവിടെ ഇച്ചിരി മിനുക്കുപണികളൊക്കെ നാളെ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഇച്ചിരി ഡെക്കറേഷൻ വർക്ക്സ് ഉണ്ട്. രണ്ട് ലൈറ്റ് ആയിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് വെച്ചേരെ. ആ റീജിയന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, ലീവ് ചെയ്യരുത് കേട്ടോ. ലീവ് ചെയ്യാൻ വരട്ടെ. ബാക്കി നാളെ പറയാം കേട്ടോ. നിങ്ങൾ ആബ്സെന്റ് ആവരുത് കേട്ടോ മക്കൾ. ഇതൊക്കെ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ മനസ്സിലാവാൻ വലിയ പാടാണ് ഇതൊക്കെ. ഇപ്പൊ നാളെ പുതുതായിട്ട് കയറേണ്ട ഒരാൾക്ക് സ്കൂളിൽ കേട്ടതാണെങ്കിൽ ഓക്കെ, സ്കൂളിൽ കേട്ടതല്ലാത്ത പക്ഷം നാളെ പുതുതായിട്ട് കയറാനാക്കണം. ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഇതൊന്ന് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ദയവ് ചെയ്ത് ആബ്സെന്റ് ആവാതിരിക്കുക. ലീവ് ചെയ്യല്ലേ കേട്ടോ. അനന്തു ഉണ്ടോ? അനന്തു ഒരു സെക്കൻഡ് ഡോക്കളെ. എന്നാ ശരി. എന്തോ പറഞ്ഞ ഓക്കെ സാർ. ഓക്കെ, എല്ലാവരും ഗുഡ് ഈവനിങ്. ഞാൻ നിങ്ങളെ നാളത്തെ ക്ലാസ് വരുന്നത് രാവിലെ 6:30 to 8 9 to 10:30 രണ്ട് സെഷൻ ഉണ്ടാവും കേട്ടോ. മാത്തമാറ്റിക്സ് ആയിരിക്കും. ഓക്കെ, 6:30 മുതൽ 8 വരെയും പിന്നെ 9 മുതൽ 10 വരെയും. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ മക്കളെ, നാളെ പഠിച്ചോണ്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സാർ. ഓക്കെ.